ഈ സെഷനിൽ നമ്മൾ ചിന്തിച്ചു വരുന്നത് മിനിസ്റ്റേഴ്സ് ഓഫ് ദ ഗോസ്പൽ എന്നുള്ളതാണ്. സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകർ എന്നുള്ള ഒരു തലവാചകമാണ് ഈ ഒരു സെഷനിൽ ഈ ദിവസത്തേക്ക് നൽകിയിരിക്കുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 4-ാമത്തെ അധ്യായമാണ് നമ്മുടെ തെരഞ്ഞെടുത്തിരിക്കുന്ന ടെക്സ്റ്റ്. അതിൽ 6-ാമത്തെ വാക്യമാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചു കൊണ്ടിരുന്നത്. 7-ാമത്തെ വാക്യം ഞാൻ കുറിവാക്യമായിട്ടൊന്ന് വായിക്കാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. പക്ഷേ ആ കുറിവാക്യത്തിലെ ചിന്തകളിലേക്ക് വരുവാൻ ഒരല്പം സമയമെടുക്കും. കാരണം എൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ പറയുവാനായി തിടുക്കമുണ്ട്. അതിൻ്റെ മുമ്പിൽ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ തന്നെ 2 Corinthians 4:7 ഒന്ന് വായിക്കട്ടെ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. അതാണ് ശുശ്രൂഷയെ കുറിച്ചുള്ള പൗലോസിന്റെ കാഴ്ചപ്പാട്. അതിലേക്ക് വരാം. ഇത് പറയുന്നതിന് മുമ്പ് എന്നെ അസ്വസ്ഥതപ്പെടുത്തുന്ന, ചിന്തിപ്പിക്കുന്ന, എന്നാൽ ഇന്ന് പകലിൽ എൻ്റെ ഉള്ളിൽ അസ്വസ്ഥതയല്ല, ഒരു ഭാരമുള്ള കാര്യം. ഇവിടെ ഇരിക്കുന്ന നമ്മളുണ്ട്, ഇത് പിന്നീട് കേൾക്കുന്നവർ ഓൺലൈനിലും കാണും. സുവിശേഷ വേലയിൽ പൂർണ്ണ സമയ സുവിശേഷം എന്നുള്ള ആശയം തന്നെ എവിടോ ഒഴുകിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈസ് there anything like full time ministry എന്ന് ആൾക്കാർ ചോദിക്കും. full time ministry means what? You can be more effective by being a bivocational marketplace ministry എന്നൊക്കെ ആളുകൾ വിളിക്കും. ഇതെല്ലാം ഉള്ളതാണ്. ബൈവൊക്കേഷണൽ ഉള്ളതാണ്, മാർക്കറ്റ് പ്ലേസ് ഇവാഞ്ചലിസം ഉള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഞാനൊരു എഞ്ചിനീയർ ആയിട്ടോ, അല്ലെങ്കിൽ ഞാനൊരു അധ്യാപകനായിട്ടോ, അല്ലെങ്കിൽ ഞാനൊരു എന്തോ ബിസിനസ്സായിട്ടോ മാർക്കറ്റിൽ ഞാൻ ജീവിക്കുന്നു. ഞാനുമായി ബന്ധപ്പെടുന്ന ക്ലയൻസിനോട്, ഞാനുമായി ബന്ധപ്പെടുന്ന കസ്റ്റമേഴ്സിനോട് എന്നിലെ ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തക്ക രീതിയിലുള്ള ഒരു സ്വഭാവം എനിക്കുണ്ട്. ചിലപ്പോൾ നേരിട്ട് പറയാനൊക്കത്തില്ല. ശുശ്രൂഷകൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സുവിശേഷം പറയണമെന്നുള്ളതാണ്. പറയാൻ ഒക്കത്തില്ലെങ്കിലും എൻ്റെ ജീവിതം ഒരു വെളിച്ചമായി മാറുന്ന ഒരു മാർക്കറ്റ് പ്ലേസ് ഇവാഞ്ചലിസം. എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് എൻ്റെ ഫാദർ പറഞ്ഞത് പല പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട്. കുവൈറ്റിൽ അദ്ദേഹം ജോലി ചെയ്യുകയായിരുന്നു. എല്ലാ ദിവസവും ഓരോ വാക്യങ്ങൾ ദൈവനിയോഗപ്രകാരം ആ ടേബിളിൽ എഴുതി അവിടെ ഇങ്ങനെ വെക്കും, പ്രദർശിപ്പിക്കും. ആ ഓഫീസിൽ അന്ന് വരുന്ന ആരാണെങ്കിലും അത് ശ്രദ്ധിക്കത്തക്കവണ്ണമേ എഴുതി വെക്കത്തുള്ളൂ. അങ്ങനെ തന്നാൽ ആവോളം ശുശ്രൂഷയ്ക്ക് വേണ്ടി ജോലിയോടുള്ള ബന്ധത്തിൽ, അപ്പം ഫുൾ ടൈം അല്ല അദ്ദേഹം ഓഫീസിൽ പോകുന്നു, ഒരുങ്ങി രാവിലെ ഓഫീസിൽ പോകുന്നു. എന്നാൽ മിനിസ്ട്രി ഉണ്ടോ? മിനിസ്ട്രി ഉണ്ട്. തണ്ട് ഈ വാക്യം എഴുതി വെക്കുന്നു. എന്നോട് പല ആൾക്കാർ, പപ്പ മാത്രമല്ല പലരും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, എൻ്റെ അപ്പച്ചൻ്റെ എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫ്രൈഡേ ആകാൻ നോക്കിയിരിക്കുകയാണ്. ഒരു ഫ്രൈഡേ കഴിയുമ്പോൾ വിഷമമാണ്, ഇനി അടുത്ത ഫ്രൈഡേ. കാരണം ഹീസ് എക്സൈറ്റഡ്. എല്ലാവരെയും പിക്കപ്പ് ചെയ്യണം. വണ്ടി ഇല്ലാത്തവരെ എല്ലാം പിക്കപ്പ് ചെയ്തുകൊണ്ട് ചർച്ചിൽ കൊണ്ടുവരണം. ചർച്ചിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹം ഇരിക്കുന്ന ഏറ്റവും ഫ്രണ്ട് റോയിൽ മുട്ടയിൽ ഇരുന്നുകൊണ്ട് കൈയടിച്ച് അങ്ങനത്തെ ഒരു ഭയങ്കര ലേമാൻ ആണെങ്കിലും അദ്ദേഹത്തെ മിനിസ്റ്റർ അല്ലെന്ന് പറയാൻ ഒരിക്കലും ഒക്കത്തില്ല. ഈസ് എ മിനിസ്റ്റർ. പക്ഷേ ബൈവൊക്കേഷണൽ എന്നോ മാർക്കറ്റ് പ്ലേസ് ഇവാഞ്ചലിസം എന്നൊക്കെ വിളിക്കാം. എന്നാൽ ഫുൾ ടൈം എന്ന് പറഞ്ഞ ഒരു കോൾ ഉണ്ട്. അതെങ്ങനെ തിരിച്ചറിയാം ചോദിച്ചാൽ, ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ചെറിയ അനുഭവങ്ങളിലും വചന പഠനങ്ങളിലും എനിക്ക് മനസ്സിലാകുന്നത്, ഫുൾ ടൈം വിളിയുള്ളവർ മാർക്കറ്റ് പ്ലേസിൽ എത്രമാത്രം പണം ഉണ്ടാക്കിയാലും എത്രമാത്രം ചെയ്താലും അവരുടെ ഉള്ളിൽ അസ്വസ്ഥതയായിരിക്കും. എന്നാൽ ഫുൾ ടൈം വിളിയുള്ളവർ സുവിശേഷ വേലയിൽ ഫുൾ ടൈം പ്രവേശിച്ച് എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിലും ഭയങ്കര തൃപ്തിയായിരിക്കും. ഇതാണ് ആ വ്യത്യാസം. മിനിസ്ട്രിക്കകത്തോട്ട് പ്രവേശിച്ചു, പക്ഷെ ബുദ്ധിമുട്ടാണ്, അവസരങ്ങളില്ല എന്ന് വെക്ക്, സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്ന് വെച്ചു, പക്ഷെ ഭയങ്കര ഫുൾഫിൽമെന്റ് ആണ്, ഭയങ്കര തൃപ്തിയാണ്. എന്നാൽ ഈ ഫുൾ ടൈം വിളിയുള്ള ആളെ കൊണ്ടുപോയി അവിടെ ഇട്. എപ്പോഴും പൈസ ഇഷ്ടം പോലെ ഉണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇല്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ആ ഒരു അസ്വസ്ഥത, അതാണ് ഒരു സൈൻ ഒരാളെ ദൈവം ഫുൾ ടൈമിലേക്ക് വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് ആയി ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഫുൾ ടൈമിൽ അപ്പോസ്തലപ്രവൃത്തി 6:4 എന്നെ എപ്പോഴും ചിന്തിപ്പിക്കുന്നതാണ്.
ചർച്ചിലെ ഒരു കാര്യമാണ്. ചർച്ചിലെ ഒരു കാര്യത്തിൽ ഭയങ്കര ഉണർവ് നടന്ന 2-ാം അധ്യായം, സാക്ഷീകരണം നടക്കുന്ന 3-4 അധ്യായങ്ങൾ, അനന്യാസ് സഫീറയുടെ ബന്ധത്തിലുള്ള ചർച്ചിന്റെ ആ ശുദ്ധീകരണം, ദൈവഭയം പടർന്നുവെന്ന് 5-ാം അധ്യായത്തിൽ പറയുന്നു. 6-ൽ എപ്പോഴത്തെയും പോലെ പിശാചിന് അകത്തുനിന്ന് ആദ്യം ശ്രമിക്കുന്നത് വെളിയിൽ നിന്നുള്ള പോരാട്ടമാണ്. പിശാച് ചർച്ചിനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി അത് 3-4 അധ്യായങ്ങളിൽ സന്നിധി സംഘത്തിലൂടെ ഒക്കെ ശ്രമിച്ചു. വെളിയിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. ഇവരനങ്ങുന്നില്ല, ഇവരെല്ലാം ഒറ്റക്കെട്ടാണ്. അപ്പൊ 5-ാമത്തെ അധ്യായത്തിൽ അകത്ത് നിന്ന് പുഴുക്കുത്ത് അനന്യാസ് സഫീറ അതിനെ അതിജീവിച്ചു. അപ്പൊ തന്നെ അടുത്ത് ഇട്ടിരിക്കുന്നു എബ്രായ വിധവമാരും യവനായ വിധവമാരും. അപ്പൊ പത്രോസിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് എന്നെ ചിന്തിപ്പിക്കുന്നത്. പത്രോസ് പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. ഈവൻ സെർവിങ് ഓൺ ദ ടേബിൾ ഇസ് എ ഡിസ്ട്രാക്ഷൻ. അതിനു പോലും ഞങ്ങൾ ഇറങ്ങി വരത്തില്ല. യു ചൂസ് 7 people. We are going to sit in the presence of God, praying, preparing, preaching. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, എന്നെ കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം, പലപ്പോഴും നമ്മൾ ഈ തലമുറയിൽ ആ ഒരു ഫയർ ബ്രാൻഡ്സ് ആയിട്ട് മൂർച്ചയുള്ള ആയുധങ്ങൾ ഇല്ലാതായി പോകുന്നത് ഉറ്റിരിക്കേണ്ടവർ പല കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പല കാര്യത്തിൽ ഏർപ്പെട്ടത് കൊണ്ട് പല കാര്യങ്ങളുണ്ടെങ്കിലും മൂർച്ചയുള്ള ശുശ്രൂഷയിൽ ഇന്നലെ ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവത്തിന് ഈ തലമുറയിൽ ഉപയോഗിക്കേണ്ട പ്രവാചകന്മാരെ പലരും ഡിസ്ട്രാക്റ്റഡ് ആയി അവിടെ ഇവിടെ ഇട്ടിരിക്കുകയാണ്. 6-ന്റെ വേറൊരു കാര്യം ഇതിനോട് ചേർന്ന്, ഈ വിളി തിരിച്ചറിയണമെന്നുള്ളതിനോട് ചേർന്ന് ചിലർക്കെങ്കിലും ഉള്ളൊരു കാര്യം ഈ സാമ്പത്തിക കാര്യമാണ്. മിനിസ്റ്റേഴ്സ് ഓഫ് ദ ഗോസ്പൽ എന്ന് പറയുമ്പോൾ ആരാ മിനിസ്റ്റേഴ്സ്? ദൈവവിളിയുള്ളവർ 2 തരത്തിലും ഉണ്ട്. ഫുൾ ടൈമും ഉണ്ട്, ബൈവൊക്കേഷനിലും ഉണ്ട്. ഫുൾ ടൈം ആൾക്കാർ ഉറ്റിരിക്കേണ്ടവരാണ്. അവർക്ക് ഒരു ജോലിയും ചെയ്യാൻ ഒക്കത്തില്ല. കാരണം അവർ അതുപോലെ ദൈവവചനത്തോടും പ്രാർത്ഥനയിലും ഉറ്റിരുന്നാലേ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ പ്രിപ്പയർ ചെയ്യാനും പ്രീച്ച് ചെയ്യാനും കഴിയത്തുള്ളൂ. അതിലൂടെ ദൈവത്തിന്റെ പദ്ധതിയും ദൈവത്തിന്റെ ഹിതങ്ങളും വെളിപ്പെട്ട് വരത്തുള്ളൂ. അല്ലെങ്കിൽ അവരുടെ ആ മൂർച്ച നഷ്ടപ്പെട്ടിരിക്കും. അതിനോട് ചേർന്ന് പലരെയും ഈ ഫുൾ ടൈമിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് സാമ്പത്തിക കാര്യമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാൻ കേട്ടിട്ടുണ്ട്, എത്രയോ പേര് പറയുന്നത്, എനിക്ക് വാങ്ങിച്ച് ശുശ്രൂഷിക്കണ്ട, എനിക്ക് കൊടുത്ത് ശുശ്രൂഷിച്ചാൽ മതി. ഞാൻ ആരുടെയും മുമ്പിൽ കൈ നീട്ടിയിട്ടില്ല. ദൈവവചനം പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നത് അതൊരു വലിയ നിഗളിയുടെ വാക്കാണ്. ദാറ്റ്സ് എ വെരി അരഗന്റ് പേഴ്സൺ. അതെന്താണെന്നുള്ളത് ഇപ്പം എൻ്റെ വാക്ക് അരഗൻ്റായിട്ട് തോന്നിയെങ്കിൽ ഇന്നത്തെ ഈ ക്ലാസ്സിൽ അത് വ്യക്തമാവും. നമ്മുടെ മനസ്സിൽ എവിടോ ആരോ പറഞ്ഞ ആശയമാണ്. ഞാൻ വാങ്ങിച്ചൊരിക്കലും ശുശ്രൂഷിക്കത്തില്ല, ഞാൻ കൊടുത്തേ ശുശ്രൂഷിക്കത്തുള്ളൂ. പൗലോസിൻ്റെ 1-2 വാക്യങ്ങൾ പ്രൂഫ് ടെക്സ്റ്റും ചെയ്യും. പൗലോസ് വർക്ക് ചെയ്തതിനെ കുറിച്ച് കേൾക്കണം. ഞാൻ ഈ പറയുന്ന വാക്യങ്ങൾ കേൾക്കണം. ഇതൊരു നിയോഗത്തോടെയാണ് ഞാൻ ഈ പറയുന്നത്. ഗലാത്യലേഖനം 6:6 1-ാം നൂറ്റാണ്ടിൽ സെപ്പറേറ്റ് ആയ ഫുൾ ടൈം ചെയ്ത പാസ്റ്റേഴ്സ്, ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ വാക്യം. അതിന്റെ മൂലപദം ശ്രദ്ധിക്കുമ്പോൾ കാറ്റക്കിസം ടീച്ചിങ് ചെയ്യുന്ന ഡിഡാക്കെ ടീച്ചിങ് ചെയ്യുന്ന ഡിഡാസ്കലോസ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ അവർ വർക്ക് ചെയ്യാൻ പോയില്ല. നോക്കിയ 6:6 വചനം പഠിക്കുന്നവരെന്ന് പറയുന്നത് ശിഷ്യന്മാർ. അവർ പഠിക്കുക, അവരെ പഠിപ്പിച്ചവർ, ആ പഠിപ്പിച്ചവർ ഉറ്റിരുന്നവരാണ്. എല്ലാ നന്മയിലും അവർക്ക് ഓഹരി കൊടുക്കണമെന്ന് പറയുന്ന വാക്ക്, for sure in the first century there was a group that were separated by Lord himself. Those people recognized their call. They separated, they spent their time reading, studying. അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള പൗലോസിന്റെ, ഒരുപക്ഷെ പൗലോസിന്റെ ലേഖനങ്ങളിലെ ആദ്യത്തെ ലേഖനമാണിത്. AD 48-49 എഴുതുന്ന ആദ്യ ലേഖനത്തിൽ തന്നെ ഇറ്റ് കെയിം ഔട്ട്. ഇനി ശ്രദ്ധിക്കണം, 2 കൊരിന്ത്യർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ അധ്യായം, ഈ പുസ്തകം, ചർച്ച്, കൊരിന്ത് ആൾക്കാരോട് പൗലോസ് പൈസ വാങ്ങിച്ചില്ല. കാരണം ഇതെല്ലാം നിയോഗത്തിൽ നടക്കുന്നതാണ്. കൊരിന്തിൽ പേട്രണേജ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. ആ പേട്രണേജ് എന്ന് പറഞ്ഞാൽ വെൽതി ആൾക്കാര് ഒരുപാട് ഫിലോസഫിക്കൽ പ്രീച്ചേഴ്സിനെ കണ്ടിട്ടുള്ളതുകൊണ്ട് അവര് ഈ പ്രസംഗകരെ കയ്യിലെടുക്കുന്ന ഒരു സ്വഭാവം കൊരിന്ത് ആൾക്കാർക്കുണ്ടായിരുന്നു.
അവരെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കും, അവർക്ക് ഇഷ്ടം പോലെ പൈസ കൊടുക്കും, അവർക്ക് ഇഷ്ടം പോലെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും. പക്ഷെ അവർ പറയുന്ന പോലെ പ്രസംഗിക്കാനൊക്കത്തുള്ളൂ. സോഫിസ്റ്റ്, സിനിക്, ഫിലോസഫേഴ്സ് ഒരുപാട് കൊരിന്തിലുണ്ടായിരുന്നു. ആ ഒരു കാര്യം പൗലോസ് തിരിച്ചറിഞ്ഞു. കൊരിന്തിൽ നിന്നും പൗലോസ് പൈസ എടുത്താൽ അവരുടെ പിടിയിലാകും. ആ കാര്യം കൊണ്ടാണ് കൊരിന്തിൽ നിന്ന് പൈസ എടുക്കാഞ്ഞത്. അല്ലാതെ ഞാൻ വാങ്ങിക്കത്തില്ല, ഞാൻ കൊടുത്തേ ഉള്ളൂ, ആ ഒരു ചിന്താധാരയിലല്ല. ദാറ്റ് വാസ് ടു കറക്റ്റ് the cultural view of controlling a speaker or a preacher. 2 കൊരിന്ത്യർ 11:8 നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ മറ്റ് സഭകളെ കവർന്നു. നോക്കിക്കോണം, പൗലോസ് ആരുടെ നിന്നും പൈസ വാങ്ങിച്ചില്ല, ഞാനും വാങ്ങിക്കത്തില്ല എന്ന് ചിന്തിക്കുന്നെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. അത് ദൈവപദ്ധതിയിലേക്ക് ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടി പിശാച് ഒരുക്കിയ ഒരു കെണിയാണ്. ഞാൻ മറ്റ് സഭകളെ കവർന്നു നിങ്ങളോട് ശുശ്രൂഷിക്കാൻ. സാമ്പത്തിക കാര്യമാണ് പറയുന്നത്. ചാപ്റ്റർ 11 1 തീമോഥെയോസ് 5:17 പോലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കണം. എഫെസസിലുള്ളവർ, പൗലോസ് എഫെസസിൽ നിന്ന് പൈസ വാങ്ങിച്ചോ? പൈസ വാങ്ങിച്ചില്ല. കാരണം ഉണ്ട് അവിടെ. അവർക്കൊരു മോഡലാകാനും അവരെ എക്സംപ്ലിഫൈ ചെയ്ത് കാണിക്കുകയാണ് വാട്ട് ഇറ്റ് മീൻസ് ടു ബി എ ഗോഡ്ലി മാൻ വർക്കിംഗ് ഹാർഡ്. എന്നാൽ അതിന്റെ അർത്ഥം അങ്ങനെ ഒരു കാറ്റഗറി ഇല്ലെന്ന് ഉള്ളതല്ല. 1 തീമോഥെയോസ് 5:17-18 വാക്യം ശ്രദ്ധിക്കണം. ഈ എഫെസസിലുള്ളവരോട് പറയുക, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. എഫെസസുകാരെ, ഞാൻ പൈസ വാങ്ങിച്ചില്ലെന്ന് കണ്ട് അങ്ങനെ ഒരു ശുശ്രൂഷയില്ല എന്ന് ചിന്തിക്കരുത്. ഈ മാനം എന്നുള്ളത് സാമ്പത്തികമാണെന്നുള്ള അടുത്ത വാക്യത്തിലുണ്ട്. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് തിരുവെഴുത്ത് പറയുന്നു. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യൻ. പലരെയും പിശാച് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. Oh, there is nothing like full time. You just be a good witness. No, some people they have full time call. അവർക്ക് ഒരു കാര്യവും ഏറ്റെടുത്താൽ ദൈവം അവരെ കൊണ്ട് ഉദ്ദേശിച്ചത് ചെയ്യാൻ ഒക്കത്തില്ല. അവസാനം they will be distracted. അവർ പല കാര്യങ്ങളിൽ ഏർപ്പെടും, അവരുടെ മൂർച്ച നഷ്ടപ്പെടും. ദൈവം എന്താണോ നിത്യതയിൽ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ, അയ്യോ ഞാൻ വേസ്റ്റ് ചെയ്തല്ലോ, എൻ്റെ ദൈവം വെച്ചിരുന്ന പാത ഇതാണല്ലോ, ഇതായിരുന്നല്ലോ. കാരണം ഈ തെറ്റിദ്ധാരണ കൊണ്ടാണ്. 1 കൊരിന്ത്യർ 9:13-14 സാമ്പത്തികത്തോടുള്ള ബന്ധത്തിൽ ദേവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ ദേവാലയം കൊണ്ട് ഉപജീവിക്കുന്നുവെന്നും യാഗപീഠത്തിങ്കൽ ശുശ്രൂഷ ചെയ്യുന്നവർ യാഗപീഠത്തിലെ വഴിപാടുകളിൽ ഓഹരിക്കാരാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? കൊരിന്തുകാരുടെ നിന്ന് പൈസ വാങ്ങിച്ചില്ല, പക്ഷെ അവരോട് തന്നെ പറയുക, ഐ ആം ആൻ എക്സെപ്ഷൻ എന്നാ പൗലോസ് പറയുന്നത്, നോട്ട് എ റൂൾ. വി കനോട്ട് മേക്ക് എക്സെപ്ഷൻ എ റൂൾ. പൗലോസ് സാമ്പത്തികം വാങ്ങിക്കാതിരുന്നതല്ല, എക്സെപ്ഷണൽ കേസിലാണ്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുകയാണ് 1 കൊരിന്ത്യർ 9:14 അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പൊ ഒരാൾ പറയുകയാണ്, ഞാൻ വാങ്ങിച്ച ശുശ്രൂഷയില്ല, ഞാൻ കൊടുത്തിട്ടേ ശുശ്രൂഷ. ദാറ്റ്സ് arrogance, because that's against the general pattern which is set in the New Testament. That's a general pattern which you see in Ephesians, in 1 Timothy, in 1 Corinthians and other passages. നോക്കണം, ഒരു ശുശ്രൂഷകന്റെ നമ്മുടെ ഈ ജനറൽ ഇൻട്രൊഡക്ഷൻ ഫുൾ ടൈം എന്ന ശുശ്രൂഷ ഉണ്ട് എന്ന് പറയാൻ ഞാൻ ശ്രമിച്ചതാണ്. എപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങോട്ട് മാറണമെന്ന്? ആ അസ്വസ്ഥത വരുമ്പോഴും, when my work is not directly helping me to accomplish God's call, when my work is taking me to another direction. ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ദൈവം വിളിച്ചൊന്നും ചെയ്യാൻ ഒക്കുന്നില്ല വഴിയിലൂടെ. About turn. ബൈവൊക്കേഷനിലും ഫുൾ ടൈം തമ്മിലുള്ള വ്യത്യാസം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈസ് യുവർ വൊക്കേഷൻ ഹിൻഡറിങ് ഓർ ഹെൽപ്പിംഗ് യു ടു അക്കംപ്ലിഷ് ഗോഡ്സ് പർപ്പസ് ഓൺ യുവർ ലൈഫ്? അത് ഹിൻഡർ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ടു ക്വിറ്റ്. അത് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ പ്രീച്ചിങ് മിനിസ്ട്രിയെയും പ്രൊഫറ്റിക് മിനിസ്ട്രി എന്താണോ ദൈവം വിളിച്ചിരിക്കുന്നത്, മൈ വർക്ക് ഈസ് ഇൻ ദ സെയിം ഡിറക്ഷൻ, ഐ ആം ഗ്രോയിങ് മോർ, ഐ ഹാവ് മോർ ടൈം പ്രിപ്പയറിംഗ് ദ വേർഡ്, ഇതാണെങ്കിൽ ഡെഫിനറ്റ്ലി ബൈ ഓൾ മീൻസ് അത് നല്ല കാര്യമാണ്. നമ്മുടെ ചെക്ക് വരുന്നത് ചർച്ചിൽ നിന്ന് വരാതെ വേറൊരാളിൽ നിന്ന് വരുന്നു, പക്ഷേ വി ആർ ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ മിനിസ്ട്രി. ദാറ്റ്സ് ഗുഡ്, ബട്ട് ദോസ് തിങ്സ് ആർ എക്സെപ്ഷൻ ഫോർ മിനിസ്റ്റേഴ്സ്, ആ ഒരു കാറ്റഗറി ഓഫ് ഫുൾ ടൈം മിനിസ്ട്രി. എന്നാ കേൾക്കണം, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, നമ്മളെല്ലാവരും, എവ്രി ബിലീവർ ഈസ് എ മിഷണറി.
ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫുൾ ടൈം എന്നൊരു കാറ്റഗറി ഉണ്ടായിരുന്നുവെന്നും ദൈവം അങ്ങനെ ചിലരെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ളതുമാണ് പറഞ്ഞത്. പക്ഷേ generally every believer is a missionary because every unbeliever is a mission field. നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തും യു ആർ എ മിഷണറി. രക്ഷിക്കപ്പെട്ട എല്ലാവരും മിഷണറീസ് ആണ്. കാരണം നമ്മുടെ ചുറ്റിന് ഒരാളെങ്കിലും രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ അത് മിഷൻ ഫീൽഡാണ്. ആ ഒരു ആശയത്തിൽ മിനിസ്ട്രിയിലേക്ക്, അല്ലെങ്കിൽ ജനറലായിട്ട് ഒരു, ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ എല്ലാ ബിലീവേഴ്സും മിഷണറീസും മിനിസ്റ്റേഴ്സുമാണ്, അങ്ങനെ ഒരു കാഴ്ചപ്പാടിലോ അല്ലെങ്കിൽ ഫുൾ ടൈം കാഴ്ചപ്പാടിലോ മിനിസ്റ്റേഴ്സ് ഓഫ് ദ ഗോസ്പലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്തുവാണ്? നമുക്ക് അവിടെ തുടങ്ങാം. വാട്ട് ഈസ് ദാറ്റ് കോൾ? പക്ഷെ ഒറ്റ വാക്കി നമ്മൾ പറയും ചിലപ്പം ടു ഷെയർ ഗോസ്പൽ, ടു ഷെയർ ഗോസ്പൽ. മിനിസ്റ്റേഴ്സ് ഓഫ് ദ ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ദേ ഷുഡ് ഷെയർ ഗോസ്പൽ. ട്രാക്ട് കൊടുക്കണം, അപ്പോളജറ്റിക്സ് നടത്തണം, സുവിശേഷം പറയണം, നരകത്തിൽ പോലും സ്വർഗത്തിൽ പോകണം, സ്നാനപ്പെടണം, രക്ഷിക്കപ്പെടണം. യെസ്, ഇതുണ്ട്. ബട്ട് ഇറ്റ്സ് ജസ്റ്റ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇന്നലെ മുതൽ ഞാനത് പറയാൻ ശ്രമിക്കുക പലപ്പോഴും. സുവിശേഷം എന്ന് പറയുന്നത് കേവലം ഞാൻ വിശ്വസിക്കുന്നു സ്വർഗത്തിൽ പോകാൻ എന്നത് തുടക്കമാണ്. ആ നീതീകരണവും ജസ്റ്റിഫിക്കേഷനും റീബർത്ത് എന്ന് പറയുന്നത് ഒരു തുടക്കമാണെങ്കിൽ ആ തുടക്കത്തിൽ എൻ്റെ കണ്ണു തുറന്ന് എന്തിനാ ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കുക. The call is not to make converts. The call is to make disciples by teaching them. ഇല്ലെങ്കിൽ ഒരാൾ പറഞ്ഞ പോലെ ട്രാക്ട് കൊടുത്തു, ചിലപ്പോൾ അവൻ്റെ ഉള്ളിൽ വീണ്ടും ജനനവും നടന്നു, പക്ഷേ റോഡ് സൈഡിൽ കിടക്കുന്ന ഒരു ബേബി പോലെയാണ് അത്, അബാൻഡൻ ബേബി പോലെയാണ്. Our call, primary call of any minister of the gospel, whether in family setup or in church setup or in the marketplace or wherever, maybe from pulpit, ഏത് കാറ്റഗറിയിലാണെങ്കിലും എന്തുവെന്ന് ചോദിച്ചാൽ നമുക്ക് ക്രിസ്തുവിന്റെ സ്വരൂപത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുവരണം. അതാണ് ഇവിടുത്തെ മിനിസ്റ്റർ ഓഫ് ദ ഗോസ്പലിന്റെ മാൻഡേറ്റ് എന്ന് പറയുന്നത്. സുവിശേഷത്തിന്റെ ശുശ്രൂഷകന്മാരുടെ, പൗലോസ് ആണെങ്കിലും പത്രോസ് ആണെങ്കിലും അപ്പൊല്ലോസ് ആണെങ്കിലും ജോ ആണെങ്കിലും ആരാണെങ്കിലും, നമ്മുടെ ഉദ്ദേശം വേറെ ഒന്നുമല്ല. എൻ്റെ വചനം കേൾക്കുന്നവർ, എൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിലും ശരി, വൈഫാണെങ്കിലും ശരി, ചർച്ചാണെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിലും, I have to lead people to maturity. ഏത് മെച്യൂരിറ്റി? ക്രൈസ്റ്റ് ലൈക്നെസ് എന്നുള്ള മെച്യൂരിറ്റി. ലേഖനങ്ങളിൽ മുഴുവൻ, റോമാലേഖനം 8:28-29, നമ്മൾ ആ 28 മാത്രമേ സാധാരണ വായിക്കത്തുള്ളൂ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വായിക്കും. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഒരു വാക്യമാണിത്. എന്തുവാണ് ഈ നന്മ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കെന്ന് പറയുന്നത് immediately we will apply with regard to life situations like job. Oh, I lost my job. I was thinking, Lord, what happened? But only to know in 2 months I am getting a better job with better pay. അതല്ല ഈ റോമാലേഖനം 8:28 അർത്ഥം. ഈ നന്മ എന്താണ്? സകലവും നന്മയ്ക്കായി. സകലവും എന്താ നന്മ? അടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, 29-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ആ നന്മ അവൻ മുന്നറിഞ്ഞവരെ എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിന്റെ വിളിയിലൂടെ പ്രതികരിക്കാൻ കഴിഞ്ഞവരെ, മുന്നറിഞ്ഞവരെ. അടുത്ത വാക്കാ ശ്രദ്ധിക്കണ്ടേ, തൻ്റെ പുത്രൻ യേശു അനേകം സഹോദരന്മാർക്ക് മാരിൽ ആദ്യജാതനാകേണ്ടതിന് എന്ന് പറഞ്ഞാൽ അതിന്റെ സിമ്പിളായ അർത്ഥം ഇതാണ്. ജ്യേഷ്ഠ സഹോദരനായ യേശുവിന് കുറെ യങ്ങർ ബ്രദേഴ്സിനെ വേണം. Who behave like him, whose attitude is like him. ഈ ഒരു വലിയ നീഡ് ഇൻ ഗോഡ്സ് ഫാമിലി അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആൾക്കാരെ. കാരണം യേശുവിന് യങ്ങർ ബ്രദേഴ്സിനെ വേണം, യങ്ങർ സിസ്റ്റേഴ്സിനെ വേണം. തന്റെ പുത്രൻ യേശു അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്. ആ അനേക സഹോദരന്മാരെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട് കുടുംബത്തിൽ വന്നവർ. നമ്മൾ ആ കുടുംബത്തിൽ പ്രവേശിച്ച് യേശു നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായി മാറുന്ന ആ അനുഭവത്തിൽ നിന്നുകൊണ്ടാ പറയുന്നത്, അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. നന്മ എന്ന് പറയുന്നത്
സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറയുന്നത് ഈ ജ്യേഷ്ഠ സഹോദരനെ പോലെ നമ്മളെ ആക്കാനുള്ള ലൈഫ് സിറ്റുവേഷൻ ആണ് നന്മ എന്ന് പറയുന്നത്. ആ നന്മ പലപ്പോഴും സമൃദ്ധിയിലല്ല, ആ നന്മ പലപ്പോഴും ഞെരുക്കത്തിലാണ്. ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചെന്നാലും എന്ന ആൾക്കാർ പാടിയത് സഫറിങ്ങിലൂടെ പോകുമ്പോഴല്ലേ ഈ യേശുവിനോട് താതാമ്യപ്പെട്ട് അനുരൂപപ്പെട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഗോളായിട്ടൊരു ശുശ്രൂഷയുടെ പറയുന്നത്. സംഹൗ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാരെ, നമ്മുടെ ഫാമിലി ആകട്ടെ, ക്രൈസ്റ്റ് ലൈക്നെസ്സിൽ വളർത്താനുള്ള ഒരു മാൻഡേറ്റ് ആണ് മിനിസ്റ്റർ ഓഫ് ദ ഗോസ്പലിന്. സുവിശേഷത്തിന്റെ ശുശ്രൂഷകന്മാർക്ക് വേറെ ഒരു പരിപാടിയല്ല, കൺവേർട്സിനെ ഉണ്ടാക്കുകയല്ല, വേറെ കാര്യങ്ങളൊന്നുമല്ല, എങ്ങനെങ്കിലും ക്രൈസ്റ്റ് ലൈക്നെസ്സിലേക്ക് ആൾക്കാരെ വളർത്തണം. വീണ്ടും ജനനം തന്നെ ജനിച്ച് വീണത് ആ കുടുംബത്തിലെ സ്വഭാവം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു കപ്പാസിറ്റിയാണ് വീണ്ടും ജനനത്തിൽ കിട്ടിയിരിക്കുന്നത്. കണ്ണു തുറന്നു, ഡെലിവറൻസ് കിട്ടി, ട്രാൻസ്ഫേർഡ് ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ്. നൗ ഐ ഹാവ് ടു ബിഹേവ് ആൻഡ് ബിക്കം വാട്ട് ഐ ആം. പൊസിഷനലി ഒറ്റ വാക്കിൽ ഞാൻ ആയി ദൈവ കുടുംബത്തിൽ. പക്ഷേ ഇൻ പ്രാക്ടീസ് ഇറ്റ്സ് എ ലൈഫ് ലോങ് പെർസ്യൂട്ട്. പ്രാക്ടീസിലൂടെ ഞാൻ ദൈവ കുടുംബത്തിൽ ആയി തീർന്ന് വെളിപ്പെട്ട് വരികയാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിലൂടെ. 1 കൊരിന്ത്യർ 11:1 ഞാൻ ജസ്റ്റ് ഒരു സർവേ പോലെ പറയുക. എല്ലാ ലേഖനത്തിലും പൗലോസിന്റെ മനസ്സിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇവരിൽ എങ്ങനെയുള്ള ക്രിസ്തു സ്വഭാവം ഉണ്ടാകും. 1 കൊരിന്ത്യർ, റോമാലേഖനം കഴിഞ്ഞിട്ട് അടുത്താണല്ലോ 1 കൊരിന്ത്യർ. പല പ്രശ്നങ്ങളുണ്ട്, ഡിവിഷൻ ഉണ്ട്, അതുണ്ട് ഇതുണ്ട്. പക്ഷേ ഹൈ പോയിന്റ് എന്ന് പറയുന്നത് 11:1 എന്തുവാ 11:1 പറയുന്നത്? ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങളും എന്റെ അനുകാരികളാകുവീൻ. 2 കൊരിന്ത്യ ലേഖനത്തിൽ 3:18 നമ്മൾ ഇന്നലെ വായിച്ചതാണ്. എന്തുവാ മിനിസ്റ്റർ ഓഫ് ഗോസ്പലിന്റെ എന്താ അവരുടെ പാഷൻ, ഹാർട്ട് ബീറ്റ്? 2 കൊരിന്ത്യർ 3:18 മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി. കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവർ പറഞ്ഞാൽ അർത്ഥം ക്രിസ്തു അവിടെയുണ്ട്, ഒരു ആംഗിൾഡ് മിററായി ഞാൻ മാറുക. ഈ ആംഗിൾഡ് മിററിൽ എന്താ സംഭവിക്കുന്ന? ആൾക്കാർ നോക്കുമ്പോൾ ക്രിസ്തുവിന്റെ റിഫ്ലക്ഷൻ എന്നിൽ കാണുക. 2 കൊരിന്ത്യർ 3:18 പൗലോസ് അതാ പറയുന്നത്. കോൾ ഈസ് ടു ബിക്കം angled mirrors so that people when they look at us they look at Christ himself with regard to attitude, behavior, ambitions. They come closer to Christ when they interact with us. That's the call of Christ. Call of Christ is not just to rescue some people from hell and populate in heaven. അത് നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് നടക്കുന്നത് ശിഷ്യരാക്കുക, പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുക. അതിനുവേണ്ടി ആത്മാവിനെയും തന്ന് മൂടുപടങ്ങളെ മാറ്റി കർത്താവിന്റെ തേജസ്സിനെ പ്രതിഫലിപ്പിക്കുന്നവരാക്കി നമ്മളെ തീർക്കുക. ഗലാത്യ ലേഖനം 4:19 അടുത്ത ലേഖനത്തിൽ ഇതുകൊണ്ടാ പൗലോസ് പറയുന്നത്, എനിക്ക് പ്രസവ വേദന എടുക്കുന്നു. എന്തിനാ? ഇവര് അന്യഭാഷ പറയുന്നവരല്ലേ ആണു. ഗലാത്യ ലേഖനം 3:3 അത്ഭുതവും വീര്യപ്രവൃത്തി എല്ലാം ഉള്ളവരാണ്. രക്ഷിക്കപ്പെട്ടവരാണോ എന്ന് ചോദിച്ചാൽ അവർ 2 കൈയും പൊക്കും. യെസ്. സ്നാനപ്പെട്ടവരാണോ? യെസ്. അഭിഷേകം ഉണ്ടോ? വളരെ വീര്യപ്രവൃത്തി കണ്ടവരാ. പക്ഷെ പൗലോസ് പറയാ ഓൾ ഓഫ് ദിസ് ഈസ് വേസ്റ്റ് എന്ന് പൗലോസ് പറഞ്ഞോ? യെസ്. 4:11 വാക്യത്തിൽ ഞാൻ എന്റെ എഫർട്ട് എല്ലാം വേസ്റ്റ് ആക്കി എന്ന് തോന്നുന്നെന്ന്. കാരണം എന്താ? when it doesn't reach the goal of Christ likeness. 4:19 പറയാ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഉരുവാകുവോളം. ആ ഉരുവാകാതെ വന്നാൽ all my efforts including your speaking in tongues is in vain. കാരണം ഇതെല്ലാം നടത്തേണ്ടത് ക്രിസ്തു സ്വഭാവത്തോട് അനുരൂപമാക്കാനുള്ള കാര്യമാണ്. ഗലാത്യലേഖനം 2:20 പൗലോസ് പറഞ്ഞു ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. ക്രിസ്തുവിനെയാണ് ഞാൻ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എഫേസ്യ ലേഖനം 3:17 വാക്യത്തിൽ മുഴുവൻ ലേഖനങ്ങളുടെയും ആകത്തുക ക്രൈസ്റ്റ് ലൈക്നെസ് ആണ്. 3:17 പറയുക ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. മേ ക്രൈസ്റ്റ് ഫീൽ അറ്റ് ഹോം എന്നാണ് മെസ്സേജ് ബൈബിൾ പറയുന്നത്. ക്രൈസ്റ്റ് ഫീൽ അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വ്യക്തിയെ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി
പാസ്റ്റർ പ്ലീസ് ഫീൽ അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കൊടുക്കുക. ഇതുപോലെ രക്ഷിക്കപ്പെട്ട ഒരാള്, വീണ്ടും ജനനം പ്രാപിച്ച ഒരാള് ക്രിസ്തുവിനാൽ രൂപപ്പെടാൻ വേണ്ടി ക്രിസ്തുവിനെ ഉള്ളിൽ ഹോസ്റ്റ് ചെയ്യുന്ന, അതിന്റെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവാ. ആത്മാവിനാൽ ഹൃദയത്തിൽ ബലപ്പെട്ട് ക്രിസ്തുവിനെ ഉള്ളിൽ ഹോസ്റ്റ് ചെയ്യുന്ന വലിയൊരു കാര്യം. 4:12 എഫെസ്യരെടുത്ത് പറയുക, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾ വളരണം. ആ പരിജ്ഞാനം, പ്രായത്തിന്റെ അളവ് നിങ്ങൾ പ്രാപിക്കണം. ദാറ്റ്സ് ദ ഗോൾ. Ministers of the gospel, all of us should know. സുവിശേഷത്തിന്റെ ശുശ്രൂഷകന്മാരെല്ലാം അറിയേണ്ടത്, ഈ ഗോളിലേക്ക് നമ്മുടെ എഫേർട്സ് ചെല്ലുന്നില്ല എങ്കിൽ we are falling behind. We are not in par with the expectation of God on our lives. ഫിലിപ്പി ലേഖനത്തിലാണേലോ അവിടെ ഇത് തന്നെയാണ്, ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുക. കൊലോസ് ലേഖനത്തിലാണെങ്കിലോ, കൊലോസ് ലേഖനത്തിൽ 1:27 ഇങ്ങനെയല്ലേ പറയുന്നത്, 27-28, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനെയും ഉപദേശിക്കുകയും. നമ്മൾ വലിച്ചു കീറി ഈ മനുഷ്യനെ നോക്കുകയാണ്. പൗലോസേ, വാട്ട് എക്സാക്ട്ലി ഈസ് യുവർ ഡിസയർ ആസ് എ മിനിസ്റ്റർ ഓഫ് ദ ഗോസ്പൽ? സുവിശേഷത്തിന്റെ ശുശ്രൂഷകനായി താങ്കളുടെ ഹൃദയമിടിപ്പ് എന്തോ ആണ്? റോമാലേഖനം മുതൽ അവസാനം ഫൈലിമൻ വരെ ഒറ്റ ത്രെഡ്, ഐ വാണ്ട് ടു സീ ക്രൈസ്റ്റ് ലൈക്നെസ് ഇൻ മൈ പീപ്പിൾ. നമ്മുടെ ഹൃദയമെടുപ്പ് എന്താ ദൈവമക്കളെ? നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബമാകട്ടെ, നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സ്മോൾ പ്രെയർ ഗ്രൂപ്പ് ആകട്ടെ, ഈവൻ ചർച്ച് ആകട്ടെ, മിനിസ്റ്റേഴ്സ് ഓഫ് ദ ഗോസ്പലിന് ഒറ്റ കാര്യമേ ഉള്ളൂ. അതെന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്തു സ്വഭാവത്തോട് അനുരൂപരാക്കണം. ഇനിയാണ് നമ്മുടെ ഇന്നത്തെ സന്ദേശത്തിന്റെ മുഖ്യ ഭാഗം. ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. ഓൺലി എ ഡിസൈപ്പിൾ ക്യാൻ മേക്ക് അനദർ ഡിസൈപ്പിൾ. അവിടാണ് ഈ പ്രശ്നം ഇരിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക്കിന്റെ ഹൃദയഭാഗം ഇരിക്കുന്നത് അവിടെയാണ്. കോൾ അറിയുന്നതിന് ഒരു പ്രശ്നമില്ല. നമുക്കിപ്പം ഈ ഞാൻ വായിച്ച 10 വാക്യത്തിന് മാറി 20 വാക്യം എടുക്കാം. കോൾ ഈസ് ടു ബിക്കം ലൈക്ക് ക്രൈസ്റ്റ്. പക്ഷേ പ്രശ്നം, ഓൺലി എ ഡിസൈപ്പിൾ ക്യാൻ മേക്ക് അനദർ ഡിസൈപ്പിൾ. അവിടാണ് ഇന്നത്തെ ഈ ക്ലാസിന്റെ 4-ാം അധ്യായം 7-ാം വാക്യത്തിന്റെ പ്രസക്തി ഇരിക്കുന്നത്. ആര് ഇപ്പം ഞാനിപ്പോൾ ആരെയും ഇപ്പം പൊക്കിപ്പിക്കുന്നൊന്നുമില്ല. നിങ്ങളിൽ ആരുടെയെങ്കിലും മനസ്സിൽ കർത്താവേ, എനിക്ക് സുവിശേഷത്തിന്റെ ഒരു ശുശ്രൂഷകനാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, യെസ്, ആ സുവിശേഷത്തിന്റെ ശുശ്രൂഷകരിൽ ഫുൾ ടൈം ഉണ്ട്, ബൈവൊക്കേഷൻ ഉണ്ട്, ആരാണെങ്കിലും ഒരു കാര്യം നമ്മൾ ഹൃദയത്തിലോട്ട് ഇന്ന് പകൽ കയറ്റണം. അതെന്താന്ന് ചോദിച്ചാൽ, ആ 4-ാം അധ്യായം 7-ാം വാക്യത്തിന്റെ ഫസ്റ്റ് വേർഡാണ്. ആ ഫസ്റ്റ് വേർഡ് കാഷ്വലായിട്ട് വായിച്ചു വിടുന്ന ഒരു ഫസ്റ്റ് വേർഡ് അവിടെ ഉണ്ട്. വന്നില്ല. 2 Corinthians 4:7 എന്തുവാണ് ആ ഫസ്റ്റ് വേർഡ്? ബട്ട്, എങ്കിലും എന്നുള്ള പദം. ഒരു സുവിശേഷത്തിന്റെ ശുശ്രൂഷകനെ അങ്ങനെ ആക്കുന്നത് ഈ ഒരു പദമാണ്, ബട്ട്. എന്തോ ഈ ബട്ട്? എന്തിന്റെ കോൺട്രാസ്റ്റാ? അല്ലോസ് എന്നൊരു മൂലപദം എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാസ്റ്റ്. എന്തോ പറഞ്ഞതിൽ ബട്ട്, എങ്കിലും എന്ന് പറഞ്ഞാൽ പൗലോസ് പറയുന്നതല്ലേ എന്തിനെ കുറിച്ചാ പറയുന്നത്? 4:1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത്, 4:1 തുടങ്ങുന്നത് ഞാൻ അധൈര്യപ്പെടുന്നില്ല. എന്നിട്ട് 4-ാമത്തെ വാക്യമൊക്കെ ആയപ്പോഴേന് പൗലോസ് പറയുന്നത്, ഈ ലോകത്തിന്റെ പ്രഭു അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി വെച്ചിരിക്കുക. എന്തിനു വേണ്ടിയാ? so that they will not see the light of the glory of Christ. Who is Christ? It's the image of God, the light of the gospel of the glory of Christ. ആ ക്രിസ്തുവിന്റെ മഹത്വം കാണാതിരിക്കാൻ വേണ്ടി. പക്ഷെങ്കിൽ 4:6 എന്തോ പറഞ്ഞത്, ഞങ്ങൾ ലോകം പോലല്ല. 3-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും 2 കാര്യം താൻ പറഞ്ഞു. 3-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞങ്ങൾക്ക് മൂടുപടമില്ല. ആർക്ക് മൂടുപടമുണ്ട്? 4-ാം അധ്യായം 3-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളൊക്കെ വായിച്ചാൽ ന്യായപ്രമാണം വായിക്കുന്നവർ എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക് യേശുവിന്റെ തേജസ് മനസ്സിലാകുന്നുണ്ടോ?
അവർക്ക് എന്തോ പിന്നെ മനസ്സിലാവുന്നത്, അവർ ന്യായപ്രമാണത്തിന്റെ തേജസ്സിൽ നിൽക്കുക. അയ്യോ അനുസരിക്കണം, കുറച്ചുകൂടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ. മോശയുടെ തേജസ്സേ അവർക്ക് അറിയത്തുള്ളൂ. പക്ഷെ പൗലോസ് പറയാ, വി ആർ നോട്ട് ലൈക്ക് ദാറ്റ്. 3:16 പറയുക, ഇഫ് എനിവൺ ടേൺസ് ടു ക്രൈസ്റ്റ്. അങ്ങനെയാണോ ഉള്ളത്? 3:16 വാക്യത്തിൽ നോക്കിയേ. 3:16 വെൻ കർത്താവിങ്കിലേക്ക് തിരിയുമ്പോ, ഇത് ആരെ കുറിച്ചാ പറയുന്നത്? പൗലോസിനെ കുറിച്ച്. ഞാൻ യഹൂദന്മാരായിരുന്നു, ഐ വാസ് ഫാരിസി, സർക്കംസൈസ്ഡ് ഓൺ ദി 8th ഡേ. എനിക്കിപ്പോ മൂടുപടം ഇല്ല. ഞാനിപ്പോ ആരിലേക്ക് തിരിഞ്ഞു? കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് അടുത്ത വാക്യങ്ങളിലല്ലേ 17-18 പറയാ, ഇപ്പൊ എന്റെ മുഖത്ത് മുഴുവൻ എന്തോ ഉണ്ട്? തേജസ്. ഏത് തേജസ്സാ? ക്രിസ്തുവിന്റെ തേജസ്സിനെ ഞാൻ പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് തന്നെ തേജസ് ഇല്ല, യേശുവിനെ എനിക്ക് കാണാനൊത്തു. ഫോർ ഓൾ ഹിസ് വർത്ത് ഐ സോ ജീസസ്. ഡെമസ്കോസിന്റെ അനുഭവങ്ങൾ അവിടെ ഉണ്ട്. വെളിച്ചമടിച്ചു. എവിടെ അടിച്ച് ഈ വെളിച്ചം? യഹൂദന്മാർക്കില്ലാത്ത വെളിപ്പാട് കിട്ടിയെന്ന് 3 പറയുന്നു. 4-ാം അധ്യായം 4 ജാതികളുടെ മനസ്സിനെ, അവിശ്വാസികളുടെ മനസ്സിനെ, അത് ഇന്നലെ നമ്മൾ പഠിച്ചു, ഈ വിശ്വാസികൾ ഉൾപ്പെടെ അതിനകത്തുണ്ട്. വിശ്വാസികൾ തന്നെ ഇപ്പൊ അവിശ്വാസിയെ പോലെയായി. They are not able to see the light of the gospel which is in Christ. പൗലോസ് ക്ലെയിം ചെയ്യുന്ന 2 കാര്യം, I am not like Jewish people. I have turned to Lord and my face is radiant with the glory of Christ. 3:18. 4:6 പറയുന്നു, ഞാൻ അവിശ്വാസിയെ പോലാണോ? അല്ല. കാരണം ഈ ലൈറ്റ്, ഏത് ലൈറ്റ്? സൃഷ്ടിപ്പിൽ അടിച്ച ലൈറ്റ് എവിടെ വന്നിപ്പം? സുവിശേഷത്തിലൂടെ എന്റെ ഹൃദയത്തിൽ വന്നിപ്പോൾ the light is shining in my heart that I am able to look at the face of Jesus and see there the glory of God. ദൈവത്തിന്റെ തേജസ് യേശുവിന്റെ മുഖത്തിപ്പോ എനിക്ക് കാണാനൊക്കുന്നു. പക്ഷെ അടുത്ത വാക്കാണ് ബട്ട്. എങ്കിലും ഒരു മിനിസ്റ്റർ ഓഫ് ഗോസ്പൽ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പറയുന്നത് വലിയ സന്ദേശമായിരിക്കും. എന്തിന്റെ സന്ദേശം? തേജസ്സിന്റെ സന്ദേശം. എന്തിന്റെ സന്ദേശം? ദൈവം വലിയ കാര്യം ചെയ്യും, ദൈവം ശക്തിയുള്ളവനാണ്, ദൈവം വീണ്ടും ജനനം തരും, ദൈവം നിന്നെ സൗഖ്യമാക്കും. പക്ഷെ പറയുന്നയാള് ശ്രദ്ധിക്കണം. The call on our lives may not match with what we are saying. എന്ന് പറഞ്ഞാൽ may not match എന്ന് പറഞ്ഞാൽ not with regard to character, with regard to what people see. അതൊരു ടഫ് കാര്യമാണ്. തേജസ് ഉണ്ടെന്ന് പറയുന്നു, എൻ്റെ ഉള്ളിൽ വെളിച്ചമടിച്ചെന്ന് പറയുന്നു. പക്ഷെ അങ്ങോട്ട് നോക്കിയാൽ എന്തുവാ കാണുന്നത്? എങ്കിലും ഈ നിക്ഷേപം മൺപാത്രങ്ങളിലായിരിക്കുന്നത്. മൺപാത്രം എന്ന് പറഞ്ഞാൽ ഇതിന് തേജസ് ഉണ്ടോ? ഇവിടെ യേശുവിന്റെ തേജസ്സായിട്ടാണോ ആൾക്കാർ കാണുന്നത്? നോ. ഫ്രജൈൽ, ഈസിലി ബ്രേക്കബിൾ, ഒരു വിലയില്ലാത്ത, ഒന്ന് തൊട്ടാൽ പൊട്ടുന്ന, അറിയാതെ ആരെങ്കിലും ഒന്ന് താഴെ വെച്ച് ശരിയായില്ല അതെല്ലാം ഉടഞ്ഞു പോകുന്ന, വളരെ മോർട്ടലായ, ഫ്രജൈലായ, വീക്കായ, അൺഇംപ്രസീവായ, നോട്ട് ബ്യൂട്ടിഫുൾ ആയ ഒരു വ്യക്തിയാ നിന്നുകൊണ്ട് പറയുന്നത് എനിക്ക് തേജസ് ഉണ്ട്, ഞാൻ യേശുവിൻ്റെ മുഖം പ്രതിഫലിപ്പിക്കുന്നു. ഇതാണ് മിനിസ്റ്റർ ഓഫ് ദ ഗോസ്പലിന്റെ പാരഡോക്സ് ലൈഫ്. പാരഡോക്സ്, ആ വാക്കൊരു പ്രധാന വാക്കാണ്. കൊരിന്താൾക്കാർക്ക് ഇല്ലാതെ പോയത് പാരഡോക്സ് ആണ്. ബൈബിളിലുടനീളം ദൈവം പാരഡോക്സ് ആണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നോക്കുമ്പോ മോശയോ വിക്കനോ ഇവരാണോ നേതാവ്? ദാവീദ് ഇവരാണോ ഇസ്രായേലിന്റെ രാജാവാകാൻ പോകുന്നത്? എല്ലാം വീക്കായ ആൾക്കാരിലൂടെയാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാനം ആ പാരഡോക്സിന്റെ, ക്രിസ്ത്യൻ പാരഡോക്സിന്റെ ക്ലൈമാക്സ് കാണുന്നത് ക്രോസിലാണ്. അവിടെ നിൽക്കുമ്പോൾ ഒരാള് ക്രൂശിതനായി രക്തവും വാർന്നൊലിച്ചുകൊണ്ട് he is appearing as though he is helpless, he is weak, he is foolish. പക്ഷേ ക്രിസ്ത്യൻ പാരഡോക്സ് എന്ന് പറയുന്നത് he may appear for a man of the flesh as weak, but you look at him from the spirit angle,
he is strong. You look at him from a worldly perspective, he is losing. But from a spiritual perspective, he is winning. He is not losing. From a worldly perspective, it's not beautiful, it's a tragedy. But from a spiritual perspective, it's not a tragedy. It's the greatest blessing ever won for us. We are seated here as saints of God, proclaimed as holy people because of the righteousness which is showered, which is bought with a price on the cross. ഈ ക്രിസ്ത്യൻ പാരഡോക്സിലേക്ക് ഒരു ഇൻവിറ്റേഷൻ ആണ് എല്ലാ മിനിസ്റ്റേഴ്സിനും. കൊരിന്ത ആൾക്കാർക്ക് എന്തോ പറ്റിയെന്നറിയോ? പാരഡോക്സ് വേണ്ട. എന്തോ വേണം? തേജസ് വന്നെങ്കിൽ ഗ്ലോറിക്ക് ചേരുന്ന വേർഡ്സ് എന്തൊക്കെയാ? ഗ്ലോറി എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പൊ തന്നെ പറയത്തില്ലേ, നമ്മൾ ചിലപ്പോൾ ഈ ഉണർവ് യോഗങ്ങളിലാണെങ്കിലും ഗ്ലോറി ഗ്ലോറി ഗ്ലോറി, ഗ്ലോറിയോട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന വേർഡ്സ് ഒരിക്കലും വീക്കും അൺഇംപ്രസീവും ഫ്രജൈലും അല്ല. ഗ്ലോറിയോട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന വേർഡ്സ് സ്ട്രോങ്, മൈറ്റി, ബ്യൂട്ടിഫുൾ, പവർഫുൾ. കൊരിന്ത ആൾക്കാർ പറഞ്ഞു യേശുവിന്റെ തേജസ്, ഈ റിസറക്റ്റഡ് ജീസസിന്റെ തേജസ് ഞങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോ ഞങ്ങൾ ആരാകും? ഞങ്ങൾ ശക്തിയുള്ളവരാകും, ഞങ്ങൾ സൗന്ദര്യമുള്ളവരാകും, ഞങ്ങൾ സമൃദ്ധിയുള്ളവരാകും. ഞങ്ങൾ രക്ഷിക്കപ്പെട്ട്, ഞങ്ങൾ സ്നാനപ്പെട്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവാ. ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ ശക്തി ഞങ്ങളിൽ വെളിപ്പെടണം. മിനിസ്റ്റേഴ്സ് ഓഫ് ദ ഗോസ്പൽ മനസ്സിലാക്കണം, ദിസ് ഇസ് എ കോൾ ടു എംബ്രേസ് നോട്ട് ജസ്റ്റ് റിസറക്ഷൻ, ഇറ്റ്സ് എ കോൾ ടു എംബ്രേസ് ഡെത്ത് ആൻഡ് റിസറക്ഷൻ ടുഗെദർ. ഇതാണ് ആ ക്രക്സ് കാര്യം, മിസ്സാക്കരുത്. മിനിസ്റ്റർ ഓഫ് ദ ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ആരാ? മിനിസ്റ്റർ ഓഫ് ദ ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ഹി ഈസ് ഇൻവൈറ്റഡ് ടു ലിവ് എ ലൈഫ് വിച്ച് ബ്രിങ്സ് സ്കാൻഡൽ, നോട്ട് ക്യാരക്ടർ വൈസ് ബട്ട് എക്സ്റ്റേണലി. യോ പാസ്റ്ററുടെ ജോലി, പാസ്റ്ററുടെ വീട്, പാസ്റ്ററുടെ മക്കൾ, പാസ്റ്ററുടെ ശരീരം, നമ്മൾ അറിയാതെ നമ്മൾ എൻ്റർ ചെയ്യുന്നത് എന്തിലോട്ടാണെന്നറിയാം? നമ്മളൊരു ചൂട് അവനിലേക്ക് കയറുന്നത് പോലെ മിനിസ്റ്റർ ഓഫ് ദ ഗോസ്പൽ കയറുന്നത് എംബ്രേസിങ് ദ ഡെത്ത് ഓഫ് ജീസസ്. ഇത് ഇങ്ങനെ ഒറ്റ വാക്കിൽ അങ്ങോട്ട് പറഞ്ഞാൽ നമുക്കതിൻ്റെ ആഴം എത്രമാത്രം മനസ്സിലാക്കാമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ചില വാക്കുകൾ ഞാൻ പറയാം, വാക്യങ്ങൾ പറയാം. പൗലോസ് ആവർത്തിച്ച് ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നിൽ ആരേ കാണാവൂ? ക്രിസ്തുവിനെ കാണാവൂ. അതുകൊണ്ട് താൻ പറയുന്ന കാര്യം 4-ാമത്തെ അധ്യായം ഈ 4:7 ആണല്ലോ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് മുമ്പ് 5-ാമത്തെ വാക്യം ഒന്ന് നോക്കണം. For what we preach is not ourselves. ഞങ്ങളെ തന്നെ അല്ല. ഞങ്ങളെ തന്നെ അല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങളെ തന്നെ പ്രസന്റ് ചെയ്യാൻ ഒന്നുമില്ല. കാരണം ഞങ്ങൾ എംബ്രേസ് ചെയ്തത് എന്തുവാ? പാരഡോക്സ്. ഞങ്ങൾ വീക്കാ, പക്ഷെ ഞങ്ങൾ പറയുന്നത് സ്ട്രോങ് സന്ദേശമാണ്. ഞങ്ങൾ അൺഇംപ്രസീവാ, പക്ഷെ ഞങ്ങൾ പറയുന്നത് ബ്യൂട്ടി ഓഫ് ദ ക്രോസിനെ കുറിച്ചാണ്. ഞങ്ങൾ ഫ്രജൈലാ, പക്ഷെ ഒരിക്കലും ഇളകാത്ത രാജ്യത്തെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടോട് ഒരു വ്യക്തിയിലോട്ട് അങ്ങ് ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയെ നോക്കുമ്പം ഈ പറഞ്ഞ സന്ദേശം നിത്യതയെക്കുറിച്ചോ ഉയർപ്പിനെ കുറിച്ചോ, പക്ഷെ എന്താ പാസ്റ്റർ പിന്നെ രോഗിയായത്? പറയുന്നത് എന്തുവാ? യേശു ഉയർത്തെഴുന്നേറ്റു. പിന്നെന്താ പാസ്റ്റർക്ക് സാമ്പത്തിക വിടുതലില്ലാത്ത? അല്ല, പാസ്റ്റർ ഇപ്പൊ പ്രസംഗിച്ചതനുസരിച്ച് കർത്താവിനാൽ എല്ലാം സാധ്യമല്ലേ? പാസ്റ്റർക്ക് എന്താ കുഞ്ഞുങ്ങളില്ലാത്ത? പാസ്റ്റർ ഇപ്പൊ പറഞ്ഞ അനുസരിച്ച് ഇപ്പൊ കർത്താവിന്റെ തേജസ് വെളിപ്പെട്ടു, പക്ഷെ പാസ്റ്റർ മോടെ എന്താ കല്യാണം നടക്കാത്ത? ഒരു സ്കാൻഡലസ് ലൈഫിലേക്കുള്ള ഇൻവിറ്റേഷൻ. അത് പർപ്പസ്ഫുൾ ആണ്, റാൻഡം അല്ല. എന്താ അത് പർപ്പസ്ഫുൾ എന്നറിയാം? നമ്മൾ അറിയാതെ പോലും നമ്മളെ പ്രൊജക്റ്റ് ചെയ്യാതെ ഇരിക്കാൻ. ഒന്ന് ചിന്തിച്ചു നോക്കി. എല്ലാം നല്ലതായി പൊക്കോണ്ടിരിക്കുമ്പോ നമ്മൾ അറിയാതെ ചിന്തിക്കും, നമ്മൾ ആരായി? പവർഫുൾ, ബ്യൂട്ടിഫുൾ. നമ്മൾ അറിയാതെ പുൾപിറ്റ് ഇന്നുകൊണ്ട് പറയും, എൻ്റെ കർത്താവിൻ്റെ പ്രാർത്ഥനകൾക്കെല്ലാം മറുപടി തന്ന് എന്നെ ഇത്രയും കൊണ്ടുവന്നു, ഈ യേശുവിങ്കലേക്കൊട്ടൊന്ന് വാ. നോ. അതുകൊണ്ടാ യേശു
മർക്കോസിന്റെ സുവിശേഷത്തിൽ പ്രത്യേകം കാണാം, സൗഖ്യമായവരോട് എല്ലാം പറയുന്നത്, ഒറ്റയാളോട് ഇത് പറയരുത്, ഒറ്റയാളോട് ഇത് പറയരുത്, ഒറ്റയാളോട് ഇത് പറയരുത്. ഒരാളോട് പറയുന്നു, പോയി സാക്ഷീകരിക്കുക നിന്റെ ഭവനക്കാരോട് നിന്നിൽ വന്ന രൂപാന്തരം. മിറക്കിൾ വർക്കറായിട്ട് അറിയപ്പെടാൻ യേശു ഒരിക്കലും ആഗ്രഹിച്ചില്ല. പൗലോസിനെ ദൈവം നിർത്തിയിരിക്കുക. എങ്ങനെ നിർത്തിയിരിക്കുക? അടുത്തൊരു ക്രൂശ് വഹിച്ചുകൊണ്ട് പോകുന്നവനായിട്ട്. ക്രൂശിനെ കണ്ടപ്പോൾ ആൾക്കാർക്ക് എന്തോ തോന്നി? നോട്ട് ഗുഡ്, സാഡ്, ബാഡ്. ഇപ്പൊ പൗലോസിനെ കണ്ടപ്പോൾ എന്തോ തോന്നുന്നു? ഓ, ഇറ്റ്സ് വെരി വെരി സാഡ്. പൗലോസ് പറയാ, ഇത് ദൈവം അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ആക്കിയത്. വി ഹാവ് ദിസ് ട്രഷർ. എന്തോ ഈ ട്രഷർ? ഗോസ്പൽ എന്നുള്ള ട്രഷർ. എന്തോ ഈ ട്രഷർ? ജീസസ് എന്നുള്ള ട്രഷർ. എന്തോ ഈ ട്രഷർ? ഹോളി സ്പിരിറ്റ് എന്നുള്ള ട്രഷർ. ഇതെല്ലാം ഞങ്ങളിൽ തന്നു. പക്ഷെ ഞങ്ങളുടെ പുറം മാറ്റാനല്ല ഇത് തന്നത്, ഞങ്ങളുടെ ഹൃദയം മാറ്റാനായി ഇത് തന്നത്. ഈ സാക്ഷ്യമാണ് മറ്റുള്ളവരിലേക്ക് ഹൃദയരൂപാന്തരമായിട്ട് വരേണ്ടത്. ഇല്ലേ നമ്മുടെ മോടി കണ്ടോണ്ട് ആൾക്കാർ വരും യേശുവിൻ്റെ അടുക്ക്. എത്ര പേരങ്ങനെ വന്നല്ലേ? അവിടാണ് സുവിശേഷത്തിന്റെ ശുശ്രൂഷക്കാർ ആരാ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുവിശേഷത്തിന്റെ ശുശ്രൂഷകർക്ക് എപ്പോഴും ഉള്ള സാക്ഷ്യമാണ്, യെസ്, ഐ പ്രീച്ച് അബൌട്ട് ഗ്ലോറി, ഐ ബിലീവ് ഇൻ പവർ, ഐ ബിലീവ് ഇൻ റിസറക്ഷൻ. എങ്കിലും എൻ്റെ ഈ കൂട് കാണുമ്പോൾ നിങ്ങൾക്ക് ആകർഷകമായി തോന്നത്തില്ല. കാരണം ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നീ നിന്നെ തന്നെ പ്രസംഗിക്കരുത്, നീ എന്നെ പ്രസംഗിക്കാം. അതല്ലേ ആ അഞ്ചാമത്തെ, ഞങ്ങളെ തന്നെ അല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്, ക്രിസ്തുവേശുവിനെ കർത്താവും തീർന്നില്ല, ഞങ്ങളെ അവന്റെ ദാസന്മാരും. അതിനപ്പുറം ഒരു വിലയില്ല സുവിശേഷത്തിന്റെ ശുശ്രൂഷകർക്ക്. അവർക്ക് പറയാനുള്ള ഒരു വിലയേ ഉള്ളൂ, ഞങ്ങൾ ദാസന്മാരാ, ഞങ്ങൾ ദാസന്മാരാ. നമ്മൾ എപ്പോഴും പറയും സെർവന്റ് ഓഫ് ദ ലോർഡ്. ഈ സെർവന്റ് ഓഫ് ദ ലോർഡ് ടൈറ്റിൽ പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർ ഈ കാലത്ത് കറക്റ്റ് ചെയ്യും. അതാ ഈ കാലം. നമ്മളിപ്പോ രണ്ടുപേരെ പറഞ്ഞെന്ന് വെക്കാം, 3 പേര് ഇരിക്കുകയാണ്. സെർവന്റ് ഓഫ് ദ ലോർഡ് പാസ്റ്റർ മാത്യു, സെർവന്റ് ഓഫ് ദ ലോർഡ് പാസ്റ്റർ ജോൺ, ആൻഡ് ഓൾസോ വി ഹാവ് എബിൻ ഹിയർ. ഈ എബിൻ വന്ന് പറയും, ഞാനും സെർവന്റ് ഓഫ് ദ ലോർഡാ കേട്ടോ. അതാണ് ഈ കാലം. ഞാൻ ഓർക്കുന്നു, എനിക്ക് അങ്ങനെ കൊച്ചിലേ ഉണ്ടായ ഒരു അനുഭവം. എൻ്റെ കൂടെ കളിക്കുകയൊക്കെ ചെയ്ത ഒരു ആള് ബൈബിൾ കോളേജിൽ പോയി. ഞാൻ അത്രയും അത് ശ്രദ്ധിച്ചില്ല. 4-5 വർഷം കഴിഞ്ഞ് സന്തോഷത്തോടെ ഞാൻ ഓടിച്ചെന്ന്, സ്ഥാപിച്ചാ ജോമോനെ, ഞാൻ പാസ്റ്ററായിപ്പോ. ഞാനങ്ങ് ഇപ്പോഴും ഓർക്കുന്നു അത് എവിടെ വെച്ചാ പറഞ്ഞത്, എന്തുവാണ് ആ സന്ദർഭം എല്ലാം വരുന്നത്. 30 വർഷമെങ്കിലും ആയിപ്പോ അത് നടന്നിട്ട്. പക്ഷെ എൻ്റെ മനസ്സിലത്, ഞാൻ ചെന്ന് പപ്പാഴും, പപ്പ ഞാൻ ഒരു മിസ്റ്റേക്ക് ചെയ്തു. എന്തുവാ? അച്ഛനെ ഞാൻ അച്ഛാന്ന് വിളിച്ചു. അച്ഛൻ പറഞ്ഞു പാസ്റ്റർ, സാരമില്ലെന്ന് പറഞ്ഞു. അയ്യോ, നമുക്ക് വേണം ഇപ്പൊ, എന്തോ വേണം, സെർവന്റ് ഓഫ് ദ ലോർഡ്. എന്തുവാ സെർവന്റ് ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ? ഗ്ലാമറസ് അല്ലത്, അത് ക്രൂശ് പോലെ എൻ്റെ ജീവിതം ആയിത്തീരുന്നതാണെന്ന്. ശക്തി വരും, പക്ഷെ മനുഷ്യൻ കാണുന്ന ശക്തിയല്ല, മനുഷ്യൻ കാണുന്ന വീക്ക്നെസ്സാണ്. സൗന്ദര്യം വരും, പക്ഷെ മനുഷ്യൻ കാണുന്നത് അഗ്ലിയായ, ലൂസിങ്, വീക്ക്, പവർലെസ് വ്യക്തിയാണ്. ബട്ട് വി ഹാവ് ദിസ് ട്രഷർ. മാറിയിട്ടില്ല കേട്ടോ, 2000 വർഷം കഴിഞ്ഞപ്പോൾ ഇത് മാറിയിട്ടില്ല. പലരും ചിന്തിക്കുന്ന ബൈബിൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന്. 1-ാം നൂറ്റാണ്ടിലെ ബൈബിൾ ഇപ്പം വേറൊരു രീതിയിൽ നമ്മൾ വായിച്ച് വ്യാഖ്യാനിച്ച് അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കുക. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പറയാം, നിങ്ങൾ താമസിക്കുന്ന ഈ നാട്ടിലും യഥാർത്ഥമായ സെർവന്റ് ഓഫ് ഗോഡ് ആണെങ്കിൽ യുവർ ലൈഫ് വിൽ ബിക്കം സ്കാൻഡലസ്. ഒരു പാരഡോക്സ് ആകും നിങ്ങൾ. ഇത്രയും വർഷമായിട്ട് അമേരിക്ക താമസിച്ചിട്ട് ഈ വീട്ടിലാണോ? ഇത്രയും വർഷമായിട്ട് ഇവിടെ ആയിട്ട് ഇങ്ങനെയാണോ? എന്തു പറ്റി? പുള്ളി എന്തോ ചെയ്യുക? ജോലിയൊന്നും ഇല്ലേ? എന്തുവാ? അപ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം ആ വ്യക്തിയിലൂടെ. എന്ന് പറഞ്ഞാൽ സ്വന്തമായി പറയാൻ വേറെ ഒന്നുമില്ല. സ്വന്തമായി പറയാൻ ഒന്നുമില്ലാതെ ദൈവത്തിന് മാത്രം പറയാനുള്ളത് നമ്മളിലൂടെ വെളിപ്പെടുത്തുന്ന ആ വലിയ ശുശ്രൂഷ സുവിശേഷത്തിന്റെ ദാസന്മാരെന്ന് പറഞ്ഞ. അത് ചുമ്മാ ബൈബിൾ കോളേജിൽ പോയി കിട്ടുന്നതല്ല. ബൈബിൾ കോളേജിൽ പോയി സർട്ടിഫിക്കറ്റ് കിട്ടി എനിക്കൊരു ചർച്ച തന്നാട്ടെ എന്ന് പറയുന്നതല്ല. വി ആർ എംബ്രേസിങ് ക്രോസ്.
We are embracing and looking at Christ and say, you are beautiful, make me like you. ഇങ്ങനെ ഒരു ഭക്തൻ പറഞ്ഞത്, the most dangerous prayer we can ever pray is to look at Christ on the cross and say, make me like you. It's a dangerous prayer. കേൾക്കണം. സന്ദേശം എന്റേതല്ല. 4:7 പിന്നെ എന്തോ പറയുന്നത്, ഈ ശക്തി എൻ്റെ അല്ല. കേൾക്കുന്നുണ്ടോ? 4:5 എന്തോ പറഞ്ഞു, we are not preaching ourselves. ഞങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് പറയാൻ ഒന്നുമില്ല. ഞങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക. ഞങ്ങളെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഞങ്ങൾ പറയാനില്ല, ക്രെഡൻഷ്യൽ ഇല്ല, റെക്കമെൻഡേഷൻ ഇല്ല, ഗ്ലാമർ ഇല്ല. 4:7 പറയുക, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ അല്ലിത്. കണ്ടാലേ മനസ്സിലാവും ഈ ശക്തി പുള്ളിയുടെ അല്ലെന്നുള്ളത്. കാരണം ശക്തിയെ പ്രദർശിപ്പിക്കുന്ന ഒന്നും തൻ്റെ ചുറ്റിനും ഇല്ല. ഇത് ദൈവത്തിന്റെ ജ്ഞാനമാണ് ദൈവമക്കളെ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതട്ടെ. നമ്മുടെ ശക്തി എപ്പോ പ്രദർശിക്കപ്പെടുന്നോ അവിടെ ഈ ദൈവശക്തി നമ്മളിൽ വെളിപ്പെടാൻ തടസ്സമാണ്. നമ്മളെപ്പോ നമ്മളെ കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങാൻ ധൈര്യമാകുന്നോ അതിനർത്ഥം ഈ തേജസ്സുള്ള യേശുവിനെ മറഞ്ഞുപോയി. ഈ ഞെരുക്കത്തിന്റെയും കഷ്ടത്തിന്റെയും നടുവിൽ നിന്നുകൊണ്ടാണ് യേശുവിന്റെ ശോഭ നമ്മുടെ ജീവിതത്തിലൂടെ ഒരാൾ കാണാൻ പോകുന്നത്. ശ്രദ്ധിക്കണം. ഞാൻ ഈ വാക്കുകൾ വായിച്ച് സമയവും കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കർത്താവേ, എനിക്ക് എന്തോ ചെയ്യണമെന്നാണ് അറിയാം. കാരണം എനിക്ക് ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ കിട്ടിയ ഈ വലിയ സൗഭാഗ്യം, അത് നിങ്ങളിൽ ദൈവം, നമ്മളിൽ എല്ലാവരും, നിങ്ങൾ പറയാ നമ്മളെല്ലാവരിലും അതൊന്ന് വ്യാപരിച്ചായിരുന്നെങ്കിൽ. പൗലോസ് 4:8 വാക്യത്തിൽ 11 വാക്യത്തിൽ നോക്കിയേ, he is touching the core issue. ആരാ മിനിസ്റ്റർ ഓഫ് ദ ഗോസ്പൽ? 4:11 പറയുന്നത് ഇങ്ങനെയാ, ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങളെല്ലാം ഇപ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. ഇതെല്ലാം മനസ്സിലാവുന്നുണ്ടോ ദൈവമക്കളെ? ഈ യേശുവിന്റെ ജീവൻ വെളിപ്പെടണമെങ്കിൽ നമ്മൾ മരണത്തിന് ഏൽപ്പിക്കപ്പെടും, അല്ലാതെ ഇത് വെളിപ്പെടത്തില്ല. പിന്നെന്തുവാ നമ്മൾ ഈ പറയുന്ന ഒത്തിരി കേൾക്കുന്നുണ്ടല്ലോ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഗ്ലോറിഫൈയിങ് ലൈക്ക് എ സെലിബ്രിറ്റി ഒരാളെ. അനദർ ഗോസ്പൽ. ഇത് ഏതോ അട്രാക്റ്റീവ് ആയിട്ട് വെച്ച് ആ പ്രസംഗകനെ കണ്ടാൽ യാതൊരു അട്രാക്ഷനും തോന്നാത്ത ഒരു കോളാണ് സെർവന്റ് ഓഫ് ദ ഗോസ്പൽ. അത് നമ്മൾ തെരഞ്ഞെടുക്കുകയല്ല, ദൈവം തന്നെ നമ്മളെ അങ്ങനെ വാർത്ത് വെക്കുക. കാരണം ഈ മരണം നമ്മളിൽ വന്നാലേ ജീവൻ മറ്റുള്ളവരിൽ വരത്തുള്ളൂ. ഈ ശക്തി മറ്റുള്ളവരിൽ വരണമെങ്കിൽ, ഈ സന്ദേശം മറ്റുള്ളവരിൽ ചെല്ലണമെങ്കിൽ ഇതിന്റെ വാഹകർ ക്രോസ് ക്യാരി ചെയ്താലേ ഒക്കത്തുള്ളൂ. നോക്കണം, ശ്രദ്ധിച്ചു നോക്കണം. ആ 11 വാക്യത്തിൽ പറയുന്ന ഡെത്ത് എന്നുള്ള പദം, യേശു നിമിത്തം മരണത്തിൽ, അടുത്ത വാക്കെന്താ? യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. ഈ വാക്ക് എവിടെ കിട്ടിയെന്നറിയാമോ പൗലോസിന്? അൺമിസ്റ്റേക്കബിൾ. ഇറ്റ്സ് എ കണക്ഷൻ ടു ജീസസ്. ഇതേ വാക്ക മൂലപദത്തിൽ മർക്കോസ് 14:10 മർക്കോസിൽ തന്നെ 10 മാത്രമല്ല, 11, 18, 21, 41 അവിടെ എല്ലാം പറയുന്നത് ജീസസ് വാസ് ഹാൻഡഡ് ഓവർ. അവൻ ഏൽപ്പിക്കപ്പെട്ടു. പൗലോസ് പറയുക, ഈ യേശു ഏൽപ്പിക്കപ്പെട്ടതുപോലെ ഞങ്ങളിപ്പോ മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. ഞങ്ങളുടെ ഈ ജാർസ് ഓഫ് ക്ലേ ഉടഞ്ഞോണ്ടിരിക്കുന്നു. ആ യേശുവിനെ പോലെ ഞങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ സന്ദേശത്തിന് മാറ്റമില്ല, ശക്തിക്ക് മാറ്റമില്ല. ഈ ഉടഞ്ഞോണ്ടിരിക്കുന്നതിന്റെ ഇടയിലൂടെ കാണാം തേജസ്സും ശക്തിയും. ഇത് വെളിപ്പാട് കിട്ടിയ ഭക്തന്മാരാണ് പാടിയത്. കഷ്ടനഷ്ടം ഏറി വന്നാൽ എന്തോ ആകും? നമ്മൾ പേടിക്കും, പലരും പേടിക്കും ആ പാട്ടിന്റെ ട്യൂൺ കേൾക്കുമ്പോഴേ. കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഒരു മാറാരോഗം പിടിപെട്ട ഒരു പാസ്റ്ററാണ്, ഓടി നടന്ന ശുശ്രൂഷ ആളാണ്. എനിക്ക് തോന്നുന്നു ഈ മസ്റ്റ് ബി ലേറ്റ് 40s ആളാണ്. രോഗം പിടിപെട്ടിരിക്കുകയാണ്. ഞാൻ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ, കഴിഞ്ഞ ദിവസം ഞാനൊരു വാട്സാപ്പ് സ്റ്റേറ്റസിൽ ഒരു സോങ് ഷെയർ ചെയ്തു.
ഏതാ? നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. ഒരു പാസ്റ്റർ വന്നെന്ന്, പാസ്റ്ററെ ഇങ്ങനെയുള്ള പാട്ട് ഷെയർ ചെയ്യുന്ന അങ്ങ് നിർത്ത്, എന്തിയ വിശ്വാസം? ചിന്തിച്ചു നോക്കിക്കേ. നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ എന്ന് പ്രത്യാശയോടെ താൻ ഷെയർ ചെയ്തിരിക്കുക. താതന്റെ ഇഷ്ടം എന്നെ തകർക്കാനാണെങ്കിൽ താതന്റെ ഹിതം എന്നിൽ സമ്പൂർണ്ണമാകട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കുക. പക്ഷെ ഒരു പാസ്റ്റർ എന്ന് പറയും, ഇതൊക്കെയാണോ ഇടുന്നത്? നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. വിശ്വാസം എന്ത് ചെയ്യും? അപ്പൊ എന്തുവാ വിശ്വാസം? വിശ്വാസം ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണം. എന്തുവാ വിശ്വാസം? കർത്താവിന് തെറ്റുപറ്റത്തില്ല എന്നുള്ള ദൈവത്തിന്റെ സർവജ്ഞാനത്തിലല്ലേ എൻ്റെ വിശ്വാസം. വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ കാണാത്ത കാര്യങ്ങളെ നോക്കി ജീവിക്കുന്ന ഒരു അനുഭവമല്ലേ. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നടന്നില്ലേലും വിശ്വസിക്കുക, ഞാൻ ദൈവത്തിന് ഈ സാഹചര്യത്തിലൂടെ എന്നിൽ എന്തോ മാറ്റം വരുത്താനുണ്ട്. എന്നിലൂടെ തേജസ്സിന്റെ ആ ശോഭ പ്രദർശിപ്പിക്കാനുണ്ട്. എൻ്റെ തകർച്ചയിലും മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. ഞങ്ങളിൽ മരണം വെളിപ്പെടുന്നു, പക്ഷെ നിങ്ങളിൽ ജീവൻ വെളിപ്പെടുന്നു. ഈ യേശുവിന്റെ ജീവൻ നിങ്ങളിലേക്ക് വരണമെങ്കിൽ ഞങ്ങൾ മരിച്ചവരായും തകർന്നവരായും ഇരുന്നാലേ ഈ ശോഭയും ശക്തി ഇറങ്ങി വരത്തുള്ളൂ. അതാണ് ഈ അസലായി പൗലോസ് പറയുന്നത്. ഇത് കൊരിന്ത ആൾക്കാർക്ക് മനസ്സിലായില്ല. കാരണം ഇന്നത്തെ വേദശാസ്ത്രം പോലെ, പലരിലും കാണുന്ന വേദശാസ്ത്രം പോലെ, Corinth people had a triumphalistic theology. എന്തുവാ ട്രയംഫലിസം എന്ന് പറഞ്ഞാൽ? I want resurrection, not death. പക്ഷേ റോമാലേഖനം 8 എന്ത് കൃത്യമായിട്ടാ പൗലോസ് പറഞ്ഞത്? ഇന്ന് സഹിച്ചാൽ അന്ന് കൂടെ വാഴാം. പത്രോസ് എന്ത് കൃത്യമായിട്ടാ പറയുന്നത്? Do not be surprised if you are persecuted as a Christian. That's the way in which Jesus walked. That's an invitation that we all got to follow in his footsteps. അതല്ലേ ഫിലിപ്പി ലേഖനത്തിൽ പറഞ്ഞത്? It's a gift. God has given you a gift, not just salvation, gift to suffer for his name. ഈ കാര്യമാ പൗലോസ് പറയുന്നത്. ഈ 13:4 ഒന്ന് നോക്കിയേ. 2 കൊരിന്ത്യർ 13:4. ഒരിടത്ത് മാത്രം അബദ്ധം പറ്റി വന്നതല്ല. 2 Corinthians 4:7 onwards, അയ്യോ ഞങ്ങൾ ജാർസ് ഓഫ് ക്ലേ ആയി, ക്രോസ് പോലെ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്താൻ ഞങ്ങളെ ഇങ്ങനെ ആക്കി എന്ന് പറയുന്ന ഐഡിയ ജസ്റ്റ് ഒരു ഇറ്റ് ഡിഡ് നോട്ട് ജസ്റ്റ് കം ഔട്ട് വിത്തൗട്ട് മച്ച് തോട്ട് അല്ല. 2 കൊരിന്ത്യർ 13:4 എന്തോ പറയുന്നത്? നമുക്കൊന്ന് ഉറക്കെ വായിക്കാം. അത് ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു ഞങ്ങളും. ആരാ? മിനിസ്റ്റർ ഓഫ് ദ ഗോസ്പൽ. മിനിസ്റ്റർ ഓഫ് ദ ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ആ യേശുവിന്റെ ക്രോസിനോട് ചേർന്ന് അവരുടെ ലൈഫും വെച്ചിട്ട് പറയും, ഞങ്ങളും അവനിൽ ബലഹീനരാണ്. ഞങ്ങൾ അവനിൽ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ പോലെ ഞങ്ങളും അവനിൽ ബലഹീനരെങ്കിലും അവനോടുകൂടെ ദൈവശക്തിയാൽ ജീവിക്കുന്നു. പ്രിയ ദൈവമക്കളെ, 4:7 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചിട്ട് അവസാനിപ്പിക്കാം. 2 കൊരിന്ത്യർ 4:7 മുതലുള്ള വാക്യങ്ങളിൽ 4:7 വാക്യത്തിലല്ലേ പറഞ്ഞത്? എങ്കിലും ഒത്തിരി ക്ലെയിംസ് ഞങ്ങൾക്കുണ്ടെങ്കിലും ഞങ്ങളെ കാണുമ്പോൾ നിങ്ങൾ കാണുന്നത് ജാർസ് ഓഫ് ക്ലേയാ. എന്നിട്ട് 8 മുതൽ എന്തോ പറയുന്ന ഒരു 4 കൂട്ടം കാര്യങ്ങൾ പറയുന്നുണ്ട്. അടുത്ത വാക്യം ഒന്ന് വെക്കാമോ? We are troubled on every side, yet not distressed. We are perplexed, but not in despair. ഒന്നുകൂടെ 8ാമത്തെ വാക്യം ഒന്ന് വെച്ചേ. നിങ്ങൾ ഇതിനകത്ത് ഈ വാക്യത്തിൽ എന്തോ കാണുന്നു? ഒരു വശത്ത് ട്രബിൾ എന്ന് പറയുന്നു, മറ്റു വശത്ത് യെറ്റ് നോട്ട് ഡിസ്ട്രസ്ഡ് എന്ന് പറയുന്നു. ഒരു വശത്ത് പറയുന്നു വി ആർ പെർപ്ലെക്സ്ഡ് എന്ന് പറയുന്നു, മറ്റേ വശത്ത് നോട്ട് ഇൻ ഡിസ്പെയർ. ഇതെന്തുവായി കാണുന്നേ? ഡെത്ത് ആൻഡ് ലൈഫ് അറ്റ് ദ സെയിം ടൈം. ഇതാ ക്രിസ്ത്യൻ ലൈഫ്. ഡെത്തും ലൈഫും കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ക്രിസ്ത്യൻ പാരഡോക്സ്. കൊരിന്ത ആൾക്കാർക്ക് വേണ്ടിയത് ഈ സൈഡ് വേണ്ട. ഏത് വേണ്ട? ട്രബിൾ വേണ്ട, പെർപ്ലെക്സ് സിറ്റുവേഷൻ വേണ്ട. അവർക്ക് വേണ്ടത് വി ഡോണ്ട് വാണ്ട് ടു ബി ഡിസ്ട്രെസ്ഡ്. ഒരു പാട്ടുണ്ട് ഇംഗ്ലീഷിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതല്ല അത് നമ്മുടെ പാട്ടാ, ആ പഴയ പാട്ട്. ഇപ്പോഴത്തെ ഒരു പാട്ടുണ്ട്, pushing back the darkness that cannot be saved, in the name of Jesus enemy is defeated and we will shout it out. അങ്ങനെ ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പല പാട്ടുകളും pushing back the darkness
എന്ന് പറയുന്നത് ഉള്ളിലെ ഡാർക്ക്നെസ് അല്ല, പെർപ്ലക്സിറ്റി പോണം, വീക്ക്നെസ് പോണം. ഐ എം പുഷിംഗ് ബാക്ക് ദ ഡാർക്ക്നെസ്. പക്ഷേ ഡെത്തും ലൈഫും കൂടെ ഒരുമിച്ച് ഇറങ്ങി വരുന്നതാ ക്രിസ്ത്യൻ ലൈഫ്. ഡെത്ത് എന്ന് പറയുന്നത് തന്നെ യേശുവിന്റെ ഡെത്തുമായിട്ടും ലൈഫ് എന്ന് പറയുന്നത് അവന്റെ റിസറക്റ്റഡ് ലൈഫും ഒന്നിച്ചെന്നി വരും. അത് കാണുമ്പോഴാണ് അൺബിലീവേഴ്സ് പറയുന്നത്, ഈ മനുഷ്യനെ എങ്ങനെയാ ദൈവം ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. അതാ ഗോസ്പല് പറയുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ സന്തോഷം ഇരിക്കുന്ന സാഹചര്യത്തിലല്ല. പൗലോസ് പറയുന്നത് സാഹചര്യം മൊത്തം ഇളകിയാലും, അതാ ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കണം. യേശുവിനെ പോലെ തന്നെ ആക്കണമെന്ന് പറഞ്ഞാൽ നേരെ ചിലപ്പോൾ സാഹചര്യം ഇളകും. അത് നമ്മളൊന്നും ചെയ്യണ്ട, ദൈവം തന്നെ ചെയ്തോളും. ശരിക്കും ആത്മാർത്ഥമായിട്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ. ഞാൻ ഓർക്കുന്നത് എൻ്റെ ഒരു സ്നേഹിതൻ്റെയാണ്. അദ്ദേഹം ഒരു കാര്യത്തിന് വേണ്ടി ഈ ലോകപ്രകാരം ഒരു വലിയൊരു നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അവസാനം അത് നടന്നില്ല. അത് നല്ലതായിട്ട് നഷ്ടമുണ്ടാക്കി. അടുത്ത പ്രാവശ്യം എന്നെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജോ, താങ്ക് ഗോഡ്, എൻ്റെ വാക്കിന് മറുപടി കിട്ടിയില്ല, എൻ്റെ ഹൃദയത്തിലെ ഞരക്കത്തിന് മറുപടി കിട്ടി. ഉച്ചരിച്ചു കൂടാതെ ഹൃദയം പറയുന്നുണ്ടായിരുന്നു, ലോർഡ് മേക്ക് മീ ലൈക്ക് യു. ഡെത്തിനോട് എനിക്കൊരു പാർട്ടിസിപ്പേഷൻ വേണം. ഇത് പലപ്പോഴും തിരിച്ചായിപ്പോവും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഫാദറിനോട് പറഞ്ഞു. ആ ഫാദർ എക്സൈറ്റഡ് ആയിട്ട് വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ, ഐ ഹാവ് 2 boys. ഐ വാണ്ട് ബോത്ത് ഓഫ് ദം ടു പ്രീച്ച് ദ വേർഡ് ഓഫ് ഗോഡ്. ഞാൻ പറഞ്ഞു, ബ്രദർ, യു ഹാവ് ടു ബി വെരി കെയർഫുൾ ഇൻ വാട്ട് യു ആർ സെയിങ്. കാരണം മറുപടി എന്തുവാ കിട്ടുന്നത്? ഹൃദയത്തിന്റെ ഞരക്കത്തിനായിരിക്കും മറുപടി കിട്ടുന്നത്. ഹൃദയത്തിന്റെ ഞരക്കം എന്തുവാ? അവൻ CPA ആണോ? പറഞ്ഞത് എന്തുവാ? അവൻ പാസ്റ്റർ ആണോ? പറയാത്തൊരു ഞരക്കം ഉണ്ടല്ലോ ഉള്ളിൽ. പൗലോസ് പറയാ, എന്റെ പറയാത്ത ഞരക്കവും പറയുന്നതും ഒന്നാ. ഡെത്ത് ആൻഡ് ലൈഫ് എക്സിസ്റ്റിംഗ് ടുഗെദർ. നമ്മുടെ ഉള്ളിലെ ഞരക്കം എന്തുവാ ദൈവമക്കളെ? നമ്മൾ പറയുന്നേ മനുഷ്യർ കേൾക്കുന്നുള്ളൂ, പക്ഷേ കർത്താവ് ഉള്ളിലെ ഞരക്കം അറിയുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഉള്ളിലെ ഞരക്കം അറിയുന്നു. ആ ഉള്ളിലെ ഞരക്കം വാ കൊണ്ട് അവരോടൊന്ന് പറയാൻ ഒത്ത എൻ്റെ ഫാദർ ദൈവകൃപയാൽ എന്നോട് അത് പറഞ്ഞായിരുന്നു. അതെൻ്റെ ചെവികളിൽ എനിക്ക് ഇന്നും കേൾക്കാം. കൊച്ചിലെ 6-ാം വയസ്സിലും 7-ാം വയസ്സിലും പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ എൻ്റെ പപ്പായും മമ്മി എന്നോട് പറഞ്ഞതാ, നീ ലോകത്തിൽ എന്തോ ആയാലും ഞങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല, നീ ദൈവവചനം പ്രസംഗിക്കുന്ന ഒരാളായാൽ വി ആർ സാറ്റിസ്ഫൈഡ്. എന്നിട്ട് പിതാവ് ആദ്യം ഒരു ബൈബിൾ എനിക്ക് തന്ന് ഞാനിപ്പോഴും ഓർക്കും. 2 തിമോത്തിയോസ് 2:15 എഴുതിയാ എനിക്ക് തന്ന്. ദൈവവചനം യഥാർത്ഥമായി പ്രസംഗിച്ച് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി മാറണം. ഈ ലോകത്തിൽ എന്തുണ്ട് ഇല്ല എന്നുള്ളതല്ല ഇവിടുത്തെ കാര്യം. അൺസർട്ടനിറ്റിയും പല കാര്യങ്ങൾ ഉണ്ട് നമ്മുടെ ചുറ്റിനും, എല്ലാവരുടെയും ചുറ്റിനും. പക്ഷെ അതിൻ്റെ നടുവിൽ ഈ ഗോസ്പലിൻ്റെ പവറും സൂപ്പർ നാച്ചുറൽ പവറും ഇറങ്ങി വരണമെങ്കിൽ എൻ്റെ പവർ കുറഞ്ഞാലേ ഒക്കത്തുള്ളൂ. ചിലപ്പോൾ ചിന്തിക്കും, അയ്യോ അത്ര സ്ഥാനമില്ലയോ മാനമില്ലയോ അതില്ലയോ, ഇതൊന്നും അല്ല. ഇതെല്ലാം ദൈവം, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ, ദൈവം കുറച്ച് പേരെ മാറ്റി വെച്ചിട്ടുണ്ട് ഈ തലമുറയിൽ. അവർക്ക് വേറെ ഒന്നിലും പുകഴാൻ കാണത്തില്ല. ദൈവവചനത്തിന്റെ ശക്തി മാത്രമേ അവർ കാണത്തുള്ളൂ. അവർക്കൊരു സംഘടനയുടെ ബലം കാണത്തില്ല. അവരെ വേദിയിൽ ഇൻവിറ്റേഷൻ ചെയ്യുന്നത് പ്രസിഡന്റ് ആയതുകൊണ്ട് ഒന്നുമല്ല. അവരിൽ ദൈവത്തിന്റെ തേജസ്സിനെ ദൈവം നിറച്ച്, പുറമേ ഉള്ള മനുഷ്യൻ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആവുമെങ്കിലും ഉള്ളിൽ ദൈവ തേജസ്. കൊരിന്ത ആൾക്കാർ ഇന്ന് റിസറക്ഷൻ മാത്രം മതി. അവര് പറയുന്ന ഗ്ലോറി ദാ, പവർ ദാ, ബ്യൂട്ടി ദാ. പൗലോസ് പറയുന്ന നോ, ഇറ്റ് വിൽ നോട്ട് വർക്ക് ഔട്ട് ദാറ്റ് വേ. ഡെത്തും റിസറക്ഷനോട് ഒരുമിച്ച് നമ്മൾ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ ഇളകുന്ന സമയത്ത് റിസറക്ഷൻ പവർ വരും. ഞങ്ങൾ വിവാഹം കഴിച്ച് നിങ്ങൾക്ക് ഊഹിക്കാം, ശുശ്രൂഷയിലൂടെ ആയോണ്ട് ആദ്യത്തെ 3 വർഷം ഇന്നലെ പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ കുഞ്ഞുങ്ങളില്ല. നേരിട്ട് ഞാൻ കേട്ടു, എന്തോ ശാപമുണ്ട്. 3 വർഷം 5 വർഷം ആയപ്പം ഇന്റൻസിറ്റി കൂടുക, കുഞ്ഞുങ്ങളില്ല. പപ്പായിലേക്കും വിരൽ ചൂണ്ടാൻ തുടങ്ങിയ ആൾക്കാർ, സംതിങ് റോങ്. 7 വർഷമായപ്പം ആൾക്കാരുടെ പ്രെയർ റിക്വസ്റ്റിൽ നിന്നും മാറ്റപ്പെട്ടു. ആദ്യത്തെ 2 വർഷമൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പ്രാർത്ഥിക്കാൻ ജോപ്പാസക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സേറാമോക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 5 വർഷം കഴിഞ്ഞപ്പം
പ്രാർത്ഥനയുടെ അതും കുറഞ്ഞു. 8ാം വർഷം ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ കുമ്മനാട് ചർച്ചിൽ ഒരാൾ പരസ്യമായി പ്രാർത്ഥിച്ചു, ജോ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ ഫാദറിനെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ നിങ്ങളെ കളിയാക്കാനല്ല പ്രാർത്ഥിച്ചത്, ദൈവം ഒരു നിയോഗം, ഈസ് അപ്പോളജൈസിങ്, അങ്ങനെ ഒരു പേര് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞു നോ, ദൈവം ഇൻസ്പയർ ചെയ്തല്ലേ ആ ലെവലിലായി, പറയാൻ ഉദ്ദേശിച്ചത് ആ ലെവലിലായി. നോബഡി വാണ്ട്സ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. ഒരു എലിഫന്റ് ഇൻ ദ റൂം പോലെ ഹിയർ വി ആർ. ഞങ്ങൾ അന്യോന്യം ബലപ്പെടുത്തിയത് ആ ദിവസങ്ങളിൽ ഈ വാക്യങ്ങൾ വെച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ ദൈവം തരുന്നില്ല എങ്കിൽ അതിലും ദൈവനാമം മഹത്വപ്പെടട്ടെ. മനുഷ്യർ കാണുന്നത് വീക്ക് വെസലാണെങ്കിലും സുവിശേഷത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. കർത്താവെ, സുവിശേഷത്തിൽ നിന്ന് മാറാതെ ദൈവവചനം സംസാരിക്കുന്നതിൽ നിന്ന് ഒരിക്കൽ പോലും ലോർഡ് യു ഡോണ്ട് ലവ് മീ ഇനഫ് എന്ന് ചിന്തിക്കാതെ യു ഹാവ് ലവ്ഡ് മീ വിത്ത് ആൻ ഇറ്റേണൽ ലവ് എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രസംഗിക്കാൻ എന്നെ സഹായിക്കണം. കുഞ്ഞുങ്ങളെ തന്നു കർത്താവ്, പക്ഷേ there was a time, 9 years of waiting and going through turmoil. ആര് വെളിയിൽ നോക്കിയാലും gone പല കാര്യങ്ങൾ. ഞാൻ ഓർക്കും, എൻ്റെ ഫാമിലിയുടെ ഇതിൽ കുഞ്ഞുങ്ങൾ താമസിച്ചു എന്നുള്ളതാണ്. എൻ്റെ സിസ്റ്ററിൻ്റെ കേസിൽ വിവാഹം താമസിച്ചു എന്നുള്ളതാണ്. ആദ്യം 23-ലാണ് ആദ്യത്തെ വിവാഹാലോചന വന്നത്. 23 നടന്നില്ല, 25 നടന്നില്ല, 27 നടന്നില്ല, 28 കഴിഞ്ഞു. പിന്നെയും ആൾക്കാർ പറയുന്നത്, ഇതാണോ ദൈവത്തിൻ്റെ അനുഗ്രഹം? ഒരു വിവാഹം പോലും. പപ്പായോട് പറഞ്ഞു, ഓടി നടന്ന് പ്രസംഗിക്കാതെ മോടെ കാര്യം നോക്കാൻ നോക്ക്. ഐ വാസ് ഓൾസോ വെരി ഡീപ്ലി ഹേർട്ട്. മാതാപിതാക്കൾക്ക് ആ വേദന എടുക്കാൻ വയ്യാതാകുമ്പോൾ അവരെന്നെ വിളിക്കും, മോനെ നിനക്കറിയത്തില്ലേടാ ഫ്രണ്ട്സിനെ ആരേലും ഉണ്ടോ? ഞാൻ എവിടെ നിന്ന് കണ്ടുപിടിക്കും? നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. വിവാഹം കഴിച്ചു, മിഷണറീസ് ആയിട്ട് അവർ ഭോപ്പാലിൽ ചർച്ച് മിനിസ്ട്രി ചെയ്യുന്ന എൻ്റെ സിസ്റ്റർ ഒരു ടീച്ചറാണ്. ദേ ആർ സെർവിങ് ദ ലോർഡ്, ദേ ഹാവ് എ ചർച്ച്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ദ മൊമെന്റ് യു പ്രേ ലോർഡ് മേക്ക് മീ യുവർ വോയിസ്, തിങ്സ് ക്യാൻ ഗോ റോങ് ഇൻ ദ സെൻസ് ഹ്യൂമൻലി സ്പീക്കിംഗ്. പക്ഷെ ആ സമയങ്ങളിലെല്ലാം റിസറക്ഷൻ പവർ ഓൾസോ വിൽ ബി ദേർ. പൗലോസ് രോഗിയായോ? രോഗമുണ്ടോ? ഗലാത്യ ലേഖനം 4 ഞാൻ നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതിപ്പം പറയുന്നില്ല, സമയം പോയിട്ട്. 4:13 മുതൽ വായിച്ചാൽ മതി. ഗലാത്യ ആ പ്രവിശ്യയിൽ താൻ ചെന്നത് തന്നെ രോഗനിമിത്തം, ഒരു രോഗത്തിന്റെ അവസ്ഥയിലാണ് അവരോട് സുവിശേഷം പറയാൻ ചെന്നത്. അപ്പൊ പൗലോസ് പറയുന്നത്, മൈ സിക്നസ് ഹാസ് ബിക്കം എ ട്രയൽ ടു യു. അവർ കാണുമ്പം മോസ്റ്റ് പ്രോബ്ലി കണ്ണ് ഒരു അളിഞ്ഞ രീതിയിലുള്ളൊരു വ്യക്തി. ഇറ്റ് ഹാസ് ബിക്കം എ ട്രയൽ ടു യു എന്ന് പറഞ്ഞാൽ അവർക്ക് പൗലോസിന്റെ മുഖത്ത് നോക്കാൻ വയ്യ. പക്ഷെ പറയുന്നത് എന്തോ? യേശുവിൻ്റെ ശോഭ. പക്ഷെ സുവിശേഷം അവരുടെ ഉള്ളിൽ വർക്ക് ചെയ്തപ്പോൾ അവര് ചിന്തിച്ചത്, ഞങ്ങളുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത് ഈ മനുഷ്യന് കൊടുക്കാം. കാരണം ഈ കാണുന്നതിനപ്പുറമായി തേജസ് ഈ വ്യക്തിയിലുണ്ട്. ഇതാണ് പ്രിയ ദൈവമക്കളെ മിനിസ്റ്റർ ഓഫ് ദ ഗോസ്പൽ. ആ സുവിശേഷത്തിന്റെ ശക്തിയെ അങ്ങ് എംബോഡിമെന്റ് ആക്കുക. ആ ക്രൂശിന്റെ ശക്തിയെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുക. അവിടെ അങ്ങനൊരു ജീവിതമാണ് കർത്താവ് നമ്മളിൽ എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഇത് ചിലർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. എവ്രിബഡി ഈസ് കോൾഡ് ടു ഫോളോ ദ ഫുട് സ്റ്റെപ്സ് ഓഫ് ക്രൈസ്റ്റ്, നോട്ട് ജസ്റ്റ് മിനിസ്റ്റേഴ്സ് ഓഫ് ദ ഗോസ്പൽ. എവ്രിബഡി. ഇഫ് യു ആർ സീറ്റഡ് ഹിയർ ടുഡേ, നോ, ഐ എം നോട്ട് ഫുൾ ടൈം മിനിസ്റ്റർ, എനിക്ക് അങ്ങനെ ഒരു വിളി കിട്ടിയിട്ടില്ല, ഞാൻ സമർപ്പിച്ചിട്ടില്ല. ഐ എം ജസ്റ്റ് ആൻ ഓർഡിനറി ബിലീവർ. ദെയർ ഈസ് നോ ഓർഡിനറി ബിലീവേഴ്സ്. Only disciples are there. Disciples, if you are a disciple, you are a missionary. And this is the way to walk in death and resurrection together. Experience the power of God in weak and vulnerable moments. And God is ordaining that path. എന്തിനായി കഷ്ടത്തിന്റെ പാത്ത് വെച്ചിരിക്കുന്നത്? So that I am more like Christ and I will depend on Christ. And the glory, power and the word will flow through me without any attraction towards my own self. നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം.